നമസ്കാരം സുഹൃത്തുക്കളെ, 30 ഡേയ്സ് ചാലഞ്ചിന്റെ 17ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഫിസിക്കൽ സയൻസിൽ 10 മാർക്ക് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ആ 10 മാർക്കിൽ നമ്മൾ ഏതൊക്കെ എടുത്തിട്ടുണ്ട്? ശബ്ദം നിങ്ങൾക്ക് എടുത്തു തന്നിട്ടുണ്ട്, ഞാൻ ബലവും എടുത്തു തന്നിട്ടുണ്ട് കേട്ടോ. ശബ്ദവും ബലവും നമ്മൾ ഈ ഡേയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? എടുത്തു തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് എന്ത് ചെയ്യാം? താപവും പ്രവൃത്തിയും ഊർജവും ഒക്കെ എന്ത് ചെയ്യാം ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അതുപോലെ തന്നെ ഹൈഡ്രജൻ നിങ്ങൾക്ക് ഞാൻ എടുത്തു തന്നിട്ടുണ്ട്, ഓക്സിജൻ ഞാൻ എടുത്തു തന്നിട്ടുണ്ട്, ഹൈഡ്രജൻ ഓക്സിജൻ എടുത്തു തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ബലം എടുത്തു തന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇന്ന് ചലനങ്ങൾ പഠിക്കണം, പ്രവൃത്തി പഠിക്കണം, ഊർജം പഠിക്കണം. ഇതിൽ ഏകദേശം ടോപ്പിക്കുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഇന്ന് ഫിസിക്സ് വിഭാഗത്തിലുള്ളത് ചെയ്യാം കേട്ടോ. അപ്പൊ നാളെ ഒരു ക്ലാസ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? നാളെ ഒരു ക്ലാസ് കൊണ്ട് ഇത് ഫുള്ളും കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. 10 മാർക്കിനുള്ളത് ഇത് ഭാഗം കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ശബ്ദവും ബലവും ഓൾറെഡി എടുത്തു. അപ്പൊ നമുക്കൊന്ന് നോക്കാം. നമുക്ക് ഇന്ന് എടുക്കാൻ പോകുന്നത് ഫസ്റ്റ് നമ്മൾക്ക് എന്ത് ചെയ്യണം? താപം എടുക്കാം. ഏതാണ്? താപം ട്ടോ, ഹീറ്റ്. എന്താണ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ? എന്താ താപം എന്ന് പറഞ്ഞാൽ? എന്താണ്? ഒരു പദാർത്ഥത്തിന്റെ തന്മാത്രകളുടെ ആകെ ഗതികോർജമാണ് താപം എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു പോയിന്റ് ഞാൻ അണ്ടർലൈൻ ചെയ്തൊന്ന് ശ്രദ്ധിക്കണം. ഒരു പദാർത്ഥത്തിന്റെ തന്മാത്രകളുടെ ആകെ ഗതികോർജമാണ് താപം എന്ന് പറയുന്നത്. താപം അളക്കാനുള്ള യൂണിറ്റ് ജൂൾ ആണ്. ഒരു കലോറി എന്ന് പറഞ്ഞാൽ 4.2 ജൂൾ ആണ്. താപം അളക്കുന്നതിനുള്ള ഉപകരണം കലോറിമീറ്റർ ആണ്. ഇത്രയും കുറിച്ച് പഠിച്ചല്ലോ താപത്തെ കുറിച്ചിട്ട്. ഒരു പദാർത്ഥത്തിന്റെ തന്മാത്രകളുടെ ആകെ ഗതികോർജമാണ് താപം. താപം അളക്കുന്നതിനുള്ള യൂണിറ്റ് ജൂൾ ആണ്. ഒരു കലോറി എന്ന് പറഞ്ഞാൽ 4.2 ജൂൾ ആണ്. താപം അളക്കുന്നതിനുള്ള ഉപകരണം കലോറിമീറ്റർ ആണ്. അപ്പൊ നമ്മൾ ഇവിടെ താപം നോക്കി എങ്കിൽ നമുക്ക് ഇനി അടുത്ത് താപനില നോക്കാം. ഒരു പദാർത്ഥത്തിന്റെ തന്മാത്രകളുടെ അതേ വാക്ക് തന്നെയാണ്. ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ഇവിടെ ആകെ ഗതികോർജമാണെങ്കിൽ ഇവിടെ ശരാശരി ഗതികോർജത്തിന്റെ അളവാണ് താപനില എന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ ആകെ എന്ന് വരും, ഇവിടെ ശരാശരി എന്ന് വരും. കണ്ടോ? ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജത്തിന്റെ അളവാണ് താപനില എന്ന് പറയുന്നത്. ഓക്കെ അല്ലോ. എങ്കിൽ താപനിലയുടെ യൂണിറ്റുകൾ ഏതൊക്കെയാണ്? താപനില, അപ്പൊ താപത്തിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജൂൾ ആണെന്ന് പറഞ്ഞു. എങ്കിൽ താപനിലയുടെ യൂണിറ്റുകൾ ഏതൊക്കെ വരും? താപനിലയുടെ യൂണിറ്റ് കെൽവിൻ ആണ്. താപനിലയുടെ യൂണിറ്റ് കെൽവിൻ ആണ്. അതായത് ഇതൊരു SI യൂണിറ്റിലാണ് ഏത് പറയുന്നത്? കെൽവിൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഏത് വരുന്നുണ്ട്? ഡിഗ്രി സെൽഷ്യസ്. ഡിഗ്രി സെൽഷ്യസ് വരുന്നുണ്ട്. പിന്നെ ഏത് വരും? ഫാരൻ ഹീറ്റും വരും. മനസ്സിലായോ? ഫാരൻ ഹീറ്റ്. അപ്പൊ 3 എണ്ണം ഉണ്ട്. താപനിലയുടെ യൂണിറ്റ് കെൽവിൻ ആണെങ്കിൽ അത് SI യൂണിറ്റിലാണ് കെൽവിൻ പറയുന്നത്. പിന്നീട് ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഫാരൻ ഹീറ്റും എന്ന് പറയുന്നുണ്ട്. അപ്പൊ താപനില അളക്കാനുള്ള ഉപകരണം ഏതെന്ന് ചോദിച്ചാൽ ഏത് പറയും? താപനില അളക്കാനുള്ള ഉപകരണം ഏതാണ്? തെർമോമീറ്റർ ആണ്. ഏതാണ്? തെർമോമീറ്റർ. ഓക്കെ ആണോ? അപ്പൊ ഇവിടെ ഇപ്പൊ വ്യത്യാസം, രണ്ടിന് വ്യത്യാസം പഠിക്കണം. ഇവിടെ ഉപകരണം കലോറിമീറ്റർ ആണ്, ഇവിടെ തെർമോമീറ്റർ ആണ്. താപം അളക്കുന്നതിനുള്ള ഉപകരണം കലോറിമീറ്റർ, താപനില അളക്കുന്നതിനുള്ള ഉപകരണം തെർമോമീറ്റർ. ഓക്കെ ആണല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം. താപത്തിന്റെയും അതുപോലെ തന്നെ താപനിലയുടെയും സവിശേഷതകളൊന്ന് ക്രോഡീകരിച്ചിട്ട് പഠിക്കാം. തെറ്റിക്കാൻ പാടില്ല. താപം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഊർജ രൂപമാണ്. താപം എന്താണ്? ഒരു ഊർജ രൂപമാണ് ഏത്? താപം എന്ന് പറഞ്ഞാൽ. എന്നാൽ ഊർജത്തിന്റെ അളവാണ് ഏത്? താപനില എന്ന് പറയുന്നത്. ഊർജത്തിന്റെ അളവ്. ഓക്കെ ആണോ? ക്ലിയർ? താപം എന്ന് പറഞ്ഞാൽ ഊർജത്തിന്റെ രൂപമാണ്, താപനില എന്ന് പറഞ്ഞാൽ ഊർജത്തിന്റെ അളവാണ്. ഇവിടെ വന്നിട്ട് അടുത്തത് തന്മാത്രകളുടെ ആകെ ഊർജമാണ്. നമ്മൾ അവിടെ എന്താ പറഞ്ഞത്? തന്മാത്രകളുടെ ആകെ എന്ന് പറഞ്ഞു അല്ലെ? തന്മാത്രകളുടെ ആകെ ഊർജമാണ് ഏത്? താപം എന്ന് പറഞ്ഞാൽ. എന്നാൽ ഇവിടെ തന്മാത്രകളുടെ എന്താ പറഞ്ഞ? പോരട്ടെ, തന്മാത്രകളുടെ ശരാശരി ഗതികോർജത്തിന്റെ അളവാണ് അല്ലെ? ശരാശരി ഗതികോർജത്തിന്റെ അളവാണ് താപനില എന്ന് പറഞ്ഞത്. ഇനി ഇവിടെ എന്തൊക്കെയാ പറഞ്ഞത്? ജൂൾ എന്ന് പറഞ്ഞു അല്ലെ? താപത്തിന്റെ യൂണിറ്റ് എന്താണ്? ജൂൾ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ കലോറി എന്നും പറഞ്ഞു അല്ലെ? കലോറി എന്നും പറഞ്ഞു. ജൂൾ, ഒരു കലോറി എന്ന് പറഞ്ഞാൽ 4.2 ജൂൾ ആണെന്നൊക്കെ പഠിച്ചു. ഇവിടെ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? കെൽവിൻ പഠിച്ചു അല്ലെ? കെൽവിൻ പഠിച്ചു. അതുപോലെ തന്നെ സെൽഷ്യസ് പഠിച്ചു. പിന്നെന്താണ്? ഫാരൻ ഹീറ്റ് പഠിച്ചു.
ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറയാം. ഇനി നമുക്ക് ഇവിടെ ഉപകരണം ഏതാ പഠിച്ചത്? കലോറിമീറ്റർ അല്ലേ? ഉപകരണം ഏതാണ്? കലോറിമീറ്റർ. ഇവിടെ ഉപകരണം ഏതാണ്? തെർമോമീറ്റർ. താപനിലയുടെ അളക്കാനുള്ള ഉപകരണം തെർമോമീറ്റർ ആണ്. ഇനി എന്താണ് ഇവിടെ താപത്തിൽ എന്ത് മാറ്റവും സംഭവിക്കുക? താപനിലയിൽ എന്ത് മാറ്റവും സംഭവിക്കുക? ഇവിടെ എന്താണ്? താപം നൽകുന്ന സമയത്ത് ഇവിടെ താപം നൽകുമ്പോൾ ഇവിടെ എന്ത് ചെയ്യും? താപനില മാറും. താപം നൽകുമ്പോൾ താപനില മാറും. എന്നാൽ ഇവിടെ വസ്തുവിൽ എന്ത് ചെയ്യും? താപം കൂടുന്ന സമയത്ത് എന്ത് ചെയ്യും? താപനില ഉയരുകയാണ് ചെയ്യുന്നത്. താപനില ഉയരും. ഓക്കെ ആണോ? എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? താപം നൽകുന്ന സമയത്ത് ഇവിടെ താപനില മാറുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ താപം കൂടുന്ന സമയത്ത് താപനില ഉയരുകയാണ് ചെയ്യുന്നത്. അടുത്തത് എന്താണ് അബ്സല്യൂട്ട് സീറോ? എന്താണ് അബ്സല്യൂട്ട് സീറോ എന്ന് പറഞ്ഞാൽ? തന്മാത്രകളുടെ ചലനം പൂർണ്ണമായും നിലയ്ക്കുന്ന, എന്താണ്? നിലയ്ക്കുന്ന താപനിലയാണ്. തന്മാത്രകളുടെ ചലനം പൂർണ്ണമായും നിലയ്ക്കുന്ന താപനിലയാണ് അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത്. അബ്സല്യൂട്ട് സീറോ എന്ന് പറഞ്ഞാൽ -273.15. മനസ്സിലായോ? -273.15 ആണ് എന്തിനു പറയുന്നത്? അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 0 കെൽവിൻ. ഓക്കെ ആണോ? അബ്സല്യൂട്ട് സീറോ പറഞ്ഞാൽ തന്മാത്രകളുടെ ചലനം പൂർണ്ണമായി നിലയ്ക്കുന്ന താപനിലയാണ് അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത്. അബ്സല്യൂട്ട് സീറോന്റെ അളവ് പഠിച്ചു വെക്കുക, അല്ലെങ്കിൽ 0 കെൽവിൻ എന്നും പറയും. ഇനി എന്താണ് താപപ്രേഷണം എന്ന് പറഞ്ഞാൽ? താപം ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്നതാണ് താപപ്രേഷണം. താപം ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക്, ഒരു ഭാഗത്ത് നിന്നും മറ്റൊരു ഭാഗത്തേക്ക് താപം പ്രവഹിക്കുന്നുണ്ടെങ്കിൽ അതിനെ താപപ്രേഷണം എന്ന് പറയുന്നു. ഇനി എന്താണ് ചാലനം? താപപ്രേഷണം അല്ലെ? എന്താണ് ചാലനം എന്ന് പറഞ്ഞാൽ? താപം എന്ത് ചെയ്യാണ്? താപം കൈമാറിയിട്ട് താപപ്രേഷണം ചെയ്യപ്പെടുന്നതാണ്. ചാലനം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് താപം എന്ത് ചെയ്യും? കൈമാറും. ആ കൈമാറിയിട്ട് പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് എന്ത് പറയുന്നത്? ചാലനം എന്ന് പറയുന്നത്. അതായത് എങ്ങനെ? ഒരു ഉദാഹരണം പറയുക. അതായത് ഇപ്പോ ഒരു ലോഹക്കമ്പി എടുത്തു. ഒരു ലോഹക്കമ്പി കേൾക്കണ്ടോ? അതിന്റെ ഈ ഒരറ്റത്ത് നിന്നിട്ട് എന്ത് ചെയ്യും? ഇവിടെ ഒരറ്റത്ത് താപം, ഇവിടെ എന്ത് ചെയ്യണം? താപം ലഭിക്കുകയാണ്. ഇവിടെ ഒരറ്റത്ത് താപം ലഭിക്കുന്ന സമയത്ത് ആ ഭാഗത്തുള്ള തന്മാത്രകൾ, അതായത് ഈ ഭാഗത്തുള്ള തന്മാത്രകൾ എന്ത് ചെയ്യും? ഇവിടെ നിന്നുള്ള താപത്തിനെ മുഴുവൻ സ്വീകരിച്ചിട്ട് തൊട്ടടുത്തുള്ള തന്മാത്രകളിലേക്ക് കൈമാറ്റം ചെയ്യുന്നു. അങ്ങനെ താപം കൈമാറിയിട്ട് പ്രേഷണം ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ചാലനം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പൊ എപ്പോഴും ഒരു വസ്തുവിൽ താപപ്രേഷണം നടക്കുന്നത് ഏത് വഴിയാണ്? ചാലനം വഴിയാണ് കേട്ടോ. ഒരു വസ്തുക്കളില്, അതായത് ഈ ഖരവസ്തുക്കൾ ഉണ്ടല്ലോ, ഖരവസ്തുക്കളില് താപപ്രേഷണം നടക്കുന്നത് ചാലനം വഴിയാണ്. ഖരവസ്തുക്കളിൽ താപപ്രേഷണം നടക്കുന്നത് ചാലനം വഴിയാണ്. ഇവിടെ നോക്കിക്കേ, തന്മാത്രകൾ താപം സ്വീകരിച്ച് തൊട്ടടുത്തുള്ള തന്മാത്രകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ് ചാലനം എന്ന് പറയുന്നത്. തന്മാത്രകൾ താപം സ്വീകരിച്ച്, നമ്മളിവിടെ പറഞ്ഞു, സ്വീകരിച്ച് തൊട്ടടുത്തുള്ള തന്മാത്രകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ് ചാലനം എന്ന് പറയുന്നത്. ഇനി എന്താണ് സുജാലകങ്ങൾ എന്ന് പറഞ്ഞാൽ? ചാലനം വഴി താപം കടത്തിവിടുന്നതാണ്. ചാലനം വഴി താപം കടത്തിവിടുന്നത് സുജാലകങ്ങൾ. ചാലനം വഴി താപം നന്നായി കടത്തിവിടാത്ത വസ്തുക്കളെ കുജാലകങ്ങൾ എന്നും പറയുന്നു. ഓക്കെ ആണോ? ചാലനം വഴി എന്ത് ചെയ്യാണ്? താപത്തിനെ കടത്തിവിടുന്നുണ്ടെങ്കിൽ അത് സുജാലകം. എന്നാൽ ചാലനം വഴി താപം കടത്തിവിടാത്ത വസ്തുക്കളെ കുജാലകങ്ങൾ എന്ന് പറയുന്നു. ഇനി എന്താണ് സംവഹനം എന്ന് പറഞ്ഞാൽ? എപ്പോഴും PSCക്ക് ഇഷ്ടമുള്ള മേഖലയാണ് ഏത്? ഈ ചാലനം എന്താണ് സംവഹനം? താപത്തിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ വികിരണം. ഈ മൂന്നും നന്നായിട്ട് പഠിച്ച് സെറ്റാക്കി വെക്കണം. നമുക്കിപ്പോൾ പഠിക്കാം കേട്ടോ. അതൊന്നും കൂടി ക്രോഡീകരിച്ചിട്ട് നമുക്ക് പഠിക്കാം. അപ്പൊ എന്താണ് സംവഹനം എന്ന് പറഞ്ഞാൽ? ഈ വാതകങ്ങൾ ഉണ്ടല്ലോ, നമ്മൾ ചാലനം എവിടെയാണ് സംഭവിക്കുക എന്ന് പറഞ്ഞത്? ചാലനം എവിടെയാണ്? ഖരപദാർത്ഥങ്ങളിലാണ് കേട്ടോ. ചാലനം നടക്കുന്നത് എപ്പോഴും ഖരപദാർത്ഥങ്ങളിലാണ്. എന്നാൽ സംവഹനം എന്ന് പറഞ്ഞാൽ വാതകങ്ങളിലും ദ്രാവകങ്ങളിലും എന്ത് ചെയ്യാണ്? തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന നടക്കുന്ന താപപ്രേഷണ രീതിയാണ് ഏത്? സംവഹനം എന്ന് പറയുന്നത്.
വാതകങ്ങളിലും ദ്രാവകങ്ങളിലും തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപപ്രേഷണം നടക്കുന്നതാണ് സംവഹനം. അപ്പൊ സംവഹനം നടക്കുന്ന ഏതൊക്കെയാണ്? വാതകങ്ങളിലും ദ്രാവകങ്ങളിലും. ചാലനം നടക്കുന്നത് ഖരപദാർത്ഥങ്ങളിലാണ്. ഓക്കെയാണോ? അതായത് ഈ സംവഹനത്തിന് ഉദാഹരണം പറയാം. അതായത് ഇപ്പൊ നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കാം. ഇപ്പൊ ഗ്യാസിൽ വെള്ളം ചൂടാക്കാൻ വെച്ചു. ആ പാത്രത്തിൽ എന്ത് ചെയ്യും? അടിയിലുള്ള വെള്ളമായിരിക്കും ആദ്യം ചൂടാകുക, അല്ലെ? അടിഭാഗത്തുള്ള വെള്ളമായിരിക്കും ആദ്യം ചൂടാകുക. എന്നിട്ട് എന്ത് ചെയ്യും? അത് മുകളിലേക്ക് വരും, അല്ലെ? എന്നിട്ട് മുകളിലെ തണുത്ത വെള്ളം എന്ത് ചെയ്യും? താഴേക്ക് പോവുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു വെള്ളം ചൂടാക്കുമ്പോൾ, നമ്മളൊരു പാത്രത്തിൽ വെള്ളം ചൂടാക്കുമ്പോൾ, അതായത് അടിയിൽ ഭാഗത്തെ വെള്ളം ചൂടാകുന്ന സമയത്ത് അത് മേലോട്ട് വരും. അപ്പൊ മേൽഭാഗത്തുള്ള തണുത്ത വെള്ളം എന്ത് ചെയ്യും? താഴോട്ട് പോകും. അത് ഏതിന് ഉദാഹരണമാണ്? സംവഹനം ഉദാഹരണം. അപ്പൊ നമ്മൾ ദ്രാവക പദാർത്ഥങ്ങളിലാണ് അത് നടക്കുന്നത്, അല്ലെ? അതുപോലെ തന്നെ വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഈ കടൽക്കാറ്റും കരക്കാറ്റും ഉണ്ടാകുന്നത്. എന്നും ചോദിക്കും PSC. കടൽക്കാറ്റും കരക്കാറ്റും ഉണ്ടാകുന്നത് സംവഹനത്തിന് ഉദാഹരണമാണ്. ഇനി അടുത്തത് എന്താണ് വികിരണം? മാധ്യമത്തിന്റെ സഹായമില്ലാതെ, വെരി ഇമ്പോർട്ടൻ്റ്, മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപപ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് വികിരണം എന്ന് പറയുന്നത്. മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് വികിരണം എന്ന് പറയുന്നത്. ഓക്കെയാണോ? ഇനി നമുക്ക് ഓരോന്നോരോന്ന് എന്ത് പറയാം, ഇതിന്റെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ചാലനം എന്താണ്, സംവഹനം എന്താണ്, വികിരണം, മൂന്നും നന്നായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. ചാലനത്തില് മാധ്യമം ആവശ്യമാണോ? ചാലനത്തില് മാധ്യമം ആവശ്യമാണോ അല്ലയോ? നമ്മൾ പറഞ്ഞു ചാലനം ഖരപദാർത്ഥങ്ങളിലൂടെയാണ് എന്ന് പറഞ്ഞു, അല്ലെ? അതെ, മാധ്യമം ആവശ്യമാണ്. ഇവിടെ എന്താണ്? തന്മാത്രകൾ എന്ത് സംഭവിക്കുന്നില്ല? ചാലനത്തില് പദാർത്ഥങ്ങളുടെ ചലനം. ഒരു മിനിറ്റ്. ഓക്കെ, ഇനി ഇവിടെ എന്താ സംഭവിക്കുക? ഇവിടെ ചാലനത്തില് നമ്മൾ എന്ത് പറഞ്ഞു? മാധ്യമം ആവശ്യമാണ് എന്ന് പറഞ്ഞു. അതേ എന്ന് പറഞ്ഞു. കാരണം എന്താണ്? ഖരപദാർത്ഥങ്ങളിലാണ് ചാലനം സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു. അതേപോലെ ഇവിടെ തന്മാത്രകൾ ചലിക്കുന്നില്ല കേട്ടോ. തന്മാത്രകൾ ചലിക്കുന്നില്ല. പിന്നെ എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്? ഖരപദാർത്ഥങ്ങളിലാണ്. ഈ മൂന്ന് കാര്യങ്ങള് ചാലനത്തെ കുറിച്ച് പഠിക്കുക. ചാലനത്തിന് മാധ്യമം ആവശ്യമാണ്. തന്മാത്രകൾ ഇവിടെ ചലിക്കുന്നില്ല. ഖരപദാർത്ഥങ്ങളിലാണ് ചാലനം നടക്കുന്നത്. എങ്കിൽ സംവഹനത്തിനോ? മാധ്യമം ആവശ്യമാണ്, അല്ലെ? മാധ്യമം ആവശ്യമാണ്. കാരണം എന്താ നമ്മൾ പറഞ്ഞത്? വാതകങ്ങളിലും ദ്രാവകങ്ങളിലും ഒക്കെയാണ് സംവഹനം നടക്കുന്നത് എന്ന് പറഞ്ഞു, അല്ലെ? ഇവിടെ തന്മാത്രകൾ ചലിക്കുന്നുണ്ടോ? യെസ്, തന്മാത്രകൾ ചലിക്കുന്നുണ്ട്. ഓക്കെ ആണോ? ഇനി അടുത്തത് എന്ന് നമ്മൾ പറഞ്ഞു വാതകങ്ങളിലും ദ്രാവകങ്ങളിലാണ് എന്ന് പറഞ്ഞു. ഇനി വികിരണത്തിലെ തന്മാത്രകൾ ചലിക്കുന്നുണ്ടോ? വികിരണത്തിലെ തന്മാത്രകളുടെ ചലനം എന്താണ്? മാധ്യമം ആവശ്യമാണോ എന്നാണ് ചോദ്യം. വികിരണത്തിലെ മാധ്യമം ആവശ്യമാണോ? വികിരണത്തിൽ മാധ്യമം ആവശ്യം ഇല്ല. ഓക്കെ, ഇനി ഇത് എങ്ങനെയാ സഞ്ചരിക്കുന്നത്? തരംഗങ്ങളായിട്ടാണ് സഞ്ചരിക്കുന്നത്. തരംഗങ്ങളായിട്ടാണ് എന്ത് ചെയ്യുന്നത്? വികിരണത്തിൽ സഞ്ചരിക്കുന്നത്. തരംഗങ്ങളായിട്ട് സഞ്ചരിക്കുന്നു. അതുപോലെ വികിരണം നടക്കുന്നത് ശൂന്യതയിലും വായുവിലുമാണ്. അതുകൊണ്ടാണ് ഇവിടെ എന്ത് പറഞ്ഞത്? മാധ്യമം ആവശ്യമില്ല എന്ന് പറഞ്ഞത്. അപ്പൊ ശൂന്യതയിലും വായുവിലും ഒക്കെ വികിരണം സംഭവിക്കുമ്പോൾ അത് ഏത് രൂപത്തിലായിരിക്കും? തരംഗ രൂപത്തിൽ ആയിരിക്കും. ഇവിടെ വ്യത്യാസം മനസ്സിലായി നിങ്ങൾക്ക്? അപ്പൊ ചാലനം എന്ന് പറഞ്ഞാൽ ചാലനം മാധ്യമം ആവശ്യമാണ് പറയാൻ കാരണം അത് ഖരപദാർത്ഥങ്ങളിലാണ് ചാലനം നടക്കുന്നത്. തന്മാത്രകൾ ഖരപദാർത്ഥങ്ങളിൽ ചലിക്കുന്നില്ല. സംവഹനം എന്ന് പറഞ്ഞാൽ മാധ്യമം ആവശ്യമാണ്. കാരണം വാതകങ്ങളിലും ദ്രാവകങ്ങളിലുമാണ് സംവഹനം നടക്കുന്നത്. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? തന്മാത്രകൾ ചലിക്കുന്നുണ്ട്. ഇവിടെ ചലിക്കുന്നില്ല എങ്കിൽ ഇവിടെ ചലിക്കുന്നുണ്ട്. ഇവിടെ എന്താണ്? വികിരണത്തിന് മാധ്യമം ആവശ്യമില്ല. കാരണം അത് സഞ്ചരിക്കുന്നത് തരംഗങ്ങളായിട്ടാണ്. ശൂന്യതയിലും വായുവിലുമാണ് വികിരണം സംഭവിക്കുന്നത്. താപവികാസം. എന്താ താപവികാസം? അതായത് താപം ലഭിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? പദാർത്ഥങ്ങളുടെ വലിപ്പം വർദ്ധിക്കുന്ന പ്രതിഭാസമാണ് താപവികാസം എന്ന് പറഞ്ഞാൽ. അതായത് ഒരു പദാർത്ഥത്തില് താപം ലഭിച്ചു, അപ്പൊ ആ പദാർത്ഥം എന്ത് ചെയ്യും? അതിന് വലിപ്പം വർദ്ധിക്കും. അതാണ് അതിന്റെ പ്രതിഭാസമാണ് ഇത് താപവികാസം. താപവികാസം 3 അവസ്ഥകളിലും എന്തുണ്ട്? സംഭവിക്കുന്നുണ്ട്. 3 അവസ്ഥ എന്ന് പറഞ്ഞാൽ ഖരപദാർത്ഥങ്ങളിലും അതുപോലെ തന്നെ ദ്രാവക പദാർത്ഥങ്ങളിലും വാതക പദാർത്ഥങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട്? താപവികാസം നടക്കുന്നുണ്ട്. അപ്പൊ ഈ ഖരപദാർത്ഥങ്ങളിൽ താപവികാസം നടക്കുന്നു. അത് എങ്ങനെയാണ്? ഇതിന്റെ ഉദാഹരണം പറയാം. അതായത് ഇപ്പൊ ഈ റെയിൽവേ പാളങ്ങളില്ലേ,
ഈ റെയിൽവേ പാളങ്ങളുടെ ഇടയിൽ എന്തുണ്ടാവും, ഒരു ഗ്യാപ്പ് ഇട്ട് വെക്കാറുണ്ട് അല്ലേ. അത് ഒരു ചെറിയ ചെറിയ വിടവ് കാണാനായിട്ട് സാധിക്കും. എന്താണ് ആ വിടവിടാൻ കാരണം? അതായത് നല്ല വേനൽക്കാലമാണ് സമയത്ത് നല്ല ചൂടായിരിക്കും അല്ലേ. ആ ചൂട് വരുന്ന സമയത്ത് ഈ പാളങ്ങൾ എന്ത് ചെയ്യും, വികസിക്കും. അപ്പൊ വികസിക്കുന്ന സമയത്ത് അത് വളഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, റെയിൽ പാളങ്ങളിൽ വിടവിടുന്നത്. അപ്പൊ റെയിൽ പാളങ്ങളിൽ വിടവിടുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, റെയിൽ പാളങ്ങളിൽ നല്ല വേനൽക്കാലത്ത് ചൂട് തട്ടുന്ന സമയത്ത് അത് വികസിക്കും. എന്തായാലും അത് വികസിക്കും. അപ്പൊ വികസിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, അത് വളഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ആ വളഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, റെയിൽവേ പാളങ്ങളിൽ വിടവിടുന്നത്. അതാണ് ഖരപദാർത്ഥങ്ങളിൽ നടക്കുന്ന താപവികാസത്തിന് ഉദാഹരണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ദ്രാവക പദാർത്ഥങ്ങളിൽ എന്തായിരിക്കും, ദ്രാവകങ്ങൾ ചൂടാക്കുമ്പോൾ എന്ത് ചെയ്യും, വികസിക്കും. ദ്രാവകങ്ങൾ ചൂടാക്കുമ്പോൾ എന്ത് ചെയ്യും, വികസിക്കും. അതായത് നമ്മുടെ ഈ തെർമോമീറ്റർ ഇല്ലേ, തെർമോമീറ്റർ, ആ തെർമോമീറ്ററിന്റെ ഉള്ളിൽ നിറച്ചിരിക്കുന്ന ദ്രാവകം ഏതാണ്, മെർക്കുറിയാണ് അല്ലെ. തെർമോമീറ്ററിന്റെ ഉള്ളിൽ ഏതാണ്, തെർമോമീറ്റർ. ഈ തെർമോമീറ്ററിന്റെ ഉള്ളിൽ നിറച്ചിരിക്കുന്നത് പ്രീവിയസ് ചോദ്യമാണ് കേട്ടോ, ചോദിച്ചിട്ടുണ്ട്. തെർമോമീറ്ററിന്റെ ഉള്ളിൽ നിറച്ചിരിക്കുന്നത് ഏത് ദ്രാവകമാണ്, മെർക്കുറിയാണ്. അപ്പൊ ഈ തെർമോമീറ്ററിൽ ചൂട് കിട്ടുന്ന സമയത്ത് താപം കിട്ടുമല്ലോ. അപ്പൊ ഈ മെർക്കുറി എന്ത് ചെയ്യും, വികസിക്കും. അതുകൊണ്ട് അത് ട്യൂബിലൂടെ മുകളിലേക്ക് ഉയരുന്നത്. മനസ്സിലായോ? എന്തുകൊണ്ടാണ് തെർമോമീറ്ററിനുള്ളിലുള്ള മെർക്കുറി ചൂട് കിട്ടുന്ന സമയത്ത് മുകളിലേക്ക് ഉയരുന്നത്? അത് ഏതിന് ഉദാഹരണമാണ്, ദ്രാവക പദാർത്ഥങ്ങളിലെ താപവികാസത്തിന് ഉദാഹരണമാണ്. ഇനി എങ്ങനെയാണ് വാതകങ്ങളില്, അതായത് ഈ ഖരപദാർത്ഥത്തെക്കാളും ദ്രാവക പദാർത്ഥത്തെക്കാളും താപവികാസം ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഏതിലാണ്? സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ എഴുതണം. മനസ്സിലായോ? ഖരപദാർത്ഥങ്ങളിലും ദ്രാവക പദാർത്ഥങ്ങളെക്കാളും താപവികാസം നടക്കുന്നത് വാതക പദാർത്ഥങ്ങളിലാണ്. കേൾക്കുന്നുണ്ടോ? ഖരത്തെയും ദ്രാവകത്തെയും ഒക്കെ കൂടുതൽ വാതകങ്ങൾ വേഗത്തിൽ വികസിക്കുന്നത് വാതകത്തിലാണ്. മനസ്സിലായോ? നമ്മൾ നേരത്തെ പറഞ്ഞു താപനില അളക്കാൻ ഏതൊക്കെയാണെന്ന് പറഞ്ഞത്. സെൽഷ്യസ് സ്കെയിൽ ഉണ്ട്, കെൽവിൻ സ്കെയിൽ ഉണ്ട്, ഫാരൻഹീറ്റ് സ്കെയിൽ ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ. ഓക്കെ, 3 സ്കെയിലുകൾ നന്നായിട്ട് പഠിക്കണം. ഇനി ഈ സെൽഷ്യസിൽ നിന്നും എന്ത് ചെയ്യണം, ഒരു കെൽവിനിലേക്ക് മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യണം? സെൽഷ്യസ്, ഇപ്പൊ ഒരു താപനില സെൽഷ്യസിൽ തന്നു, അതിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇപ്പൊ 100 ഡിഗ്രി സെൽഷ്യസ് പറഞ്ഞു, ഇപ്പൊ സെൽഷ്യസ് 100. അപ്പൊ നമ്മൾ ഇതിനെ എങ്ങനെ കെൽവിനിലേക്ക് മാറ്റും? എങ്ങനെയാണ് ഇതിനെ കെൽവിനിലേക്ക് മാറ്റുക? അതായത് 100 ഡിഗ്രി സെൽഷ്യസ് പ്ലസ് നമ്മുടെ അബ്സല്യൂട്ട് സീറോ. എത്രയാ അബ്സല്യൂട്ട് സീറോ? അതായത് 273. മനസ്സിലായോ? 273 എത്രയാണ് വരിക? 373 കെൽവിൻ. മനസ്സിലായി? 273 എന്ന സംഖ്യ ഓർക്കണം. 100 ഡിഗ്രി സെൽഷ്യസ് അല്ലേ തന്ന്, ആ സെൽഷ്യസിനെ കെൽവിനിലേക്ക് മാറ്റാൻ 100 ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 273 സമം 373 കെൽവിൻ ആണ്. മനസ്സിലായോ? നമ്മൾ നേരത്തെ പഠിച്ചില്ലടാ, ആബ്സല്യൂട്ട് സീറോ എന്ന് പറഞ്ഞാൽ 273.15 എന്ന് പഠിച്ചില്ലേ? അതിൽ ആ 273 എടുത്തിട്ട് ഇവിടെ കൂട്ടിയാൽ മതി, കെൽവിനിലേക്ക് മാറി. ഇനി ഓക്കെ, ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഈ സെൽഷ്യസിനെ ഫാരൻഹീറ്റിലേക്ക് മാറ്റണമെങ്കിലോ? അപ്പൊ നമ്മൾ സെൽഷ്യസിനെ കെൽവിനിലേക്ക് മാറ്റാൻ പഠിച്ചു. ഇനി സെൽഷ്യസിനെ ഫാരൻഹീറ്റിലേക്ക് മാറ്റുക. സെൽഷ്യസിനെ ഫാരൻഹീറ്റിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം? ഇപ്പൊ സെൽഷ്യസ് 100 ഡിഗ്രി സെൽഷ്യസ് തന്നു, എങ്ങനെ നമ്മൾ അതിനെ ഫാരൻഹീറ്റിലേക്ക് മാറ്റും? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 100 ഡിഗ്രി, അതായത് സെൽഷ്യസ് 100 ഡിഗ്രി സെൽഷ്യസ് അല്ലേ, 100 ഇൻറ്റു, ശ്രദ്ധിക്കണേ, 100 ഇൻറ്റു 9/5, ഈ സംഖ്യ ഒന്ന് ഓർക്കണേ, 100 ഇൻറ്റു 9/5 പ്ലസ് 32. ഇതാണ്. കേൾക്കണ്ടോ? 100 ഇൻറ്റു, നമ്മളിപ്പോൾ ഡിഗ്രി സെൽഷ്യസ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ ഈ 9/5 32 ഓർമ്മ വെക്കണം. 100 ഇൻറ്റു 9/5 പ്ലസ് 32. അപ്പൊ ഇവിടെ എത്രയായി? 20 അല്ലേ. 20 ഇൻറ്റു 9 180. 180 പ്ലസ് 32, 2 8 2 10 11 1 2 എത്രയായി? 212 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് തന്നു. മനസ്സിലായല്ലോ? അപ്പൊ താപനില അളക്കാൻ 3 സ്കെയിൽ ഉണ്ട്. സെൽഷ്യസ് ഉണ്ട്, കെൽവിൻ ഉണ്ട്, ഫാരൻഹീറ്റ് ഉണ്ട്. സെൽഷ്യസിനെ കെൽവിനിലേക്ക് മാറ്റാൻ 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് തന്നു കഴിഞ്ഞാൽ 100 പ്ലസ് അബ്സല്യൂട്ട് സീറോ ആയ 273 സമം 373. ഇനി സെൽഷ്യസിനെ ഫാരൻഹീറ്റിലേക്ക് മാറ്റാൻ സെൽഷ്യസ് 100 ഡിഗ്രി സെൽഷ്യസ് തന്നു. അപ്പൊ 100 ഡിഗ്രി സെൽഷ്യസ് ഇൻറ്റു 9/5
9/5 പ്ലസ് 32. ഈ 9/5 32 സംഖ്യ ഓർത്ത് വെക്കുക. ഇനി സെൽഷ്യസ് സ്കെയിലിലും ഈ ഫാരൻഹീറ്റ് സ്കെയിലിലും ഒരേ അളവ് കാണിക്കുന്ന താപനില, വെരി ഇമ്പോർട്ടൻറ്റ്, -40°C, അതുപോലെ തന്നെ -40° ഫാരൻഹീറ്റ്. മനസ്സിലായോ? സെൽഷ്യസ് സ്കെയിലിലും ഫാരൻഹീറ്റ് സ്കെയിലിലും ഒരേ അളവ് കാണിക്കുന്ന താപനില. സെൽഷ്യസ് സ്കെയിലിലാണെങ്കിൽ -40°C, ഫാരൻഹീറ്റിലാണെങ്കിൽ -40° ഫാരൻഹീറ്റുമാണ്. ഇനി നമുക്ക് ഇതിൽ നിന്ന് പ്രീവിയസ് ആയിട്ട് ഒരു ചോദ്യം വന്നതുണ്ട്. നമ്മുടെ വിശിഷ്ട താപധാരിത ചോദിക്കാറുണ്ട് കേട്ടോ PSC. വിശിഷ്ട താപധാരിത എന്താ? ഈ ജലത്തിന്റെ വിശിഷ്ട താപധാരിത എത്രയാണ്? അത് പ്രീവിയസ് ചോദ്യമാണ്. ജലത്തിന്റെ വിശിഷ്ട താപധാരിത എത്രയെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ജലത്തിന് പൊതുവെ എന്താണ്? ഉയർന്ന വിശിഷ്ട താപധാരിതയാണ് ഉള്ളത്. ജലത്തിന് ഉയർന്ന വിശിഷ്ട താപധാരിതയാണുള്ളത്. എത്രയാണ്? 4200 കേട്ടോ. 4200 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ആണ്. 4200 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ആണ് ജലത്തിന്റെ വിശിഷ്ട താപധാരിത. ജലത്തിന് ഉയർന്ന വിശിഷ്ട താപധാരിതയാണ് ഉള്ളത്. ഓക്കെ, അതായത് എന്താ അതിന് ഉദാഹരണം എന്താ? ഈ ജലത്തിന് ഉയർന്ന വിശിഷ്ട താപധാരിതയാണെന്ന് പറയാൻ കാരണം എന്താണ്? വെള്ളം ചൂടാക്കാനും സമയം വേണം, തണുപ്പിക്കാനും സമയം എടുക്കും അല്ലെ? വെള്ളം ചൂടാകുന്ന പെട്ടെന്ന് കൊണ്ട് വെക്കുമ്പോൾ ചൂടാകുമോ? ഇല്ല അല്ലെ? വെള്ളം ചൂടാകാനും തണുക്കാനും എന്ത് ചെയ്യുന്നുണ്ട്? കൂടുതൽ സമയം എടുക്കുന്നുണ്ട് അല്ലെ? അത് തന്നെയാണ് ജലത്തിന് ഉയർന്ന വിശിഷ്ട താപധാരിത എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ വിശിഷ്ട താപധാരിത പറഞ്ഞാൽ എന്താ? ഈ വിശിഷ്ട താപധാരിത പറഞ്ഞാൽ എന്താണ്? ഒരു പദാർത്ഥത്തിന്റെ താപനില ഉയർത്താൻ എത്രത്തോളം താപം ആവശ്യമാണോ എന്നതിന്റെ അളവാണ് എന്ത്? വിശിഷ്ട താപധാരിത എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പദാർത്ഥം മനസ്സിൽ കണ്ടോ, അതിന്റെ ചൂട്, അതിന് എത്രത്തോളം താപനില ഉയർത്തണോ അതിന് വേണ്ടുന്ന എത്രത്തോളം താപം ആവശ്യമാണോ അതിന്റെ ഒരു അളവ് വരുമല്ലോ. അപ്പൊ അതിനാണ് എന്ത് പറയുന്നത്? വിശിഷ്ട താപധാരിത എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ വെള്ളം ചൂടാക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും പറയും പൂർണ്ണമായ ചൂട് എത്ര വേണം? 100°C ആണെന്ന് പറയും. അപ്പൊ 100°C വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നത് അല്ലേ? അപ്പൊ ഈ 100°C എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു വെള്ളത്തിന് ചൂടാക്കാൻ വേണ്ട ഏറ്റവും ഉയർന്ന താപനിലയാണ് അല്ലേ? അപ്പൊ അതിന് എന്താ പറയാ? അതിന്റെ ഒരു അളവുണ്ടല്ലോ, അതിനെയാണ് എന്ത് പറയുന്നത്? വിശിഷ്ട താപധാരിത എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഫസ്റ്റത്തെ താപം കഴിഞ്ഞു. നമുക്ക് അടുത്തത് പ്രവൃത്തി എടുക്കാം കേട്ടോ. പ്രവൃത്തി എന്താണ്? ഈ പ്രവൃത്തി എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മള് എന്താ പറയുക, ഇപ്പോൾ ഒരു വസ്തു എന്തെങ്കിലും ഒരു മേശയിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു ബലം പ്രയോഗിക്കില്ല. ഒന്ന് നീക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഒരു ബലം പ്രയോഗിക്കണം അല്ലേ? ആ ബലം പ്രയോഗിക്കുമ്പോൾ എന്ത് ചെയ്യും? ആ ബലം പ്രയോഗിച്ചതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? ആ വസ്തു എന്ത് ചെയ്യും? ഇപ്പൊ നമ്മൾ മുന്നോട്ടാണ് ആ വസ്തുവിനെ തള്ളിയതെങ്കിൽ ആ മേശ എന്ത് ചെയ്യും? മുന്നോട്ട് ചലിക്കും അല്ലേ? അങ്ങനെ ആ ഏത് ദിശയിലേക്കാണോ നമ്മൾ ചലിപ്പിക്കുന്നത്, അപ്പൊ അങ്ങനെ ആ ബലം പ്രയോഗിച്ച ദിശയിൽ ഉണ്ടാകുന്ന ഏതിനെയാണ്? സ്ഥാനാന്തരത്തെയാണ് എന്ത് പറയുന്നത്? പ്രവൃത്തി എന്ന് പറയുന്നത്. അപ്പോ W എന്ന് പറയുമ്പോൾ വർക്ക് അല്ലേ? പ്രവൃത്തി, വർക്ക് കാണാൻ F × S ആണ്. F എന്താണ്? ഫോഴ്സ്, ബലമാണ്, ഇൻറ്റു സ്ഥാനാന്തരമാണ്. W = F × S. ഇപ്പൊ നമ്മൾ പറഞ്ഞു വർക്ക് എന്താന്ന് പറഞ്ഞാൽ ഫോഴ്സ്, ഒരു ബലം പ്രയോഗിക്കുകയാണ്. ഒരു വസ്തുവിനെ ഇപ്പൊ സൈഡിലേക്ക് തള്ളുകയാണ് അല്ലേ? ആ സൈഡിലേക്ക് ഇപ്പൊ നമ്മൾ ഒരാളെ മുൻവശത്തേക്ക് ഒരൊറ്റ തള്ളിയിടല്ലേ? അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ ആ പുറം ഭാഗത്ത് വെച്ചിട്ട് ഒരൊറ്റ അമർത്തല്ലേ? അപ്പൊ അമർത്തുമ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു? ഒരു ബലം പ്രയോഗിച്ചു. അതാണ് F. എന്നിട്ട് അവിടെ അതെന്ത് ചെയ്യും? എവിടേക്കാണോ തള്ളിയത് അവിടേക്ക് വീഴും അല്ലേ? അപ്പൊ അവിടെ എന്താ ഉണ്ടാകുന്നത്? ഒരു സ്ഥാനാന്തരമാണ് ഉണ്ടാകുന്നത് അല്ലേ? അപ്പൊ അങ്ങനെ F × S ആണ് എന്ത്? വർക്ക് എന്ന് പറയുന്നത്. ഇനി പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അദിശ അളവാണ്. പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഒരു അദിശ അളവാണ്. പ്രവൃത്തി എന്താണ്? ഒരു അദിശ അളവാണ്. ഇനി പ്രവൃത്തിയുടെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ അല്ലെങ്കിൽ ജൂൾ ആണ്. ന്യൂട്ടൺ മീറ്ററും ഉണ്ട്, അതേപോലെ തന്നെ ജൂളും ഉണ്ട് കേട്ടോ. പ്രവൃത്തിയുടെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ ഉണ്ട്, അതുപോലെ തന്നെ ജൂളും ഉണ്ട്. ഇനി ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു വസ്തുവിന്റെ മാസം 100 ഗ്രാം തന്നു, അതിന്റെ ഹൈറ്റ് 1 മീറ്റർ തന്നു. അപ്പൊ അവിടെ എത്രയാണ്? ഒരു വസ്തുവിന്റെ മാസം 100 ഗ്രാം തന്നു, ആ വസ്തുവിനെ ഒന്ന് ഉയർത്തണം. ആ ഒരു ഉയർത്താൻ വേണ്ടി വരുന്ന ഒരൊറ്റ മീറ്റർ ഉയർത്തിയാൽ മതി. 100 ഗ്രാം മാസമുള്ള ഒരു വസ്തുവിനെ 1 മീറ്റർ ഒന്ന് ഉയർത്തണം. അപ്പോൾ അവിടെ ചെയ്യേണ്ട പ്രവൃത്തിയുടെ അളവാണ് എന്ത് പറയുന്നത്? ഒരു ജൂൾ എന്ന് പറയുന്നത് കേട്ടോ. ഒരു ജൂൾ എന്ന് പറയുന്നത് ശ്രദ്ധിക്കണേ. ഒരു 100 ഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ 1 മീറ്റർ ഉയർത്താൻ ആവശ്യം വേണ്ട പ്രവൃത്തിയുടെ അളവാണ് എന്ത്? ഒരു ജൂൾ എന്ന് പറയുന്നത്. ഇനി ഗുരുത്വാകർഷണ ബലത്തിന് എതിരെ ചെയ്യുന്ന പ്രവൃത്തി കണ്ടുപിടിക്കാനാണെങ്കിൽ
ഗുരുത്വാകർഷണ ബലത്തിനെതിരെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് കണ്ടുപിടിക്കുന്നത് എങ്കിൽ വർക്ക് കാണാൻ ഇക്വേഷൻ mgh ആണ്. മാസ് പിന്നെ നമ്മൾക്ക് ജിയുടെ മൂല്യം അല്ലേ, അതേപോലെ തന്നെ mgh ആണ് കേട്ടോ. mgh ആണ് എന്ത് പറയുന്നത്, ഗുരുത്വാകർഷണ ബലത്തിനെതിരെ ചെയ്യുന്ന പ്രവൃത്തിയുടെ അളവ് കണ്ടുപിടിക്കുക. അപ്പൊ ഇവിടെ പറയുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒരു ബലം പ്രയോഗിക്കുകയാണ്. അവിടെ ഗുരുത്വാകർഷണ ബലത്തിന്റെ അല്ല, നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയുടേതാണെങ്കിൽ W കാണാൻ F × S. പക്ഷെ ഒരു ഗുരുത്വാകർഷണ ബലത്തിനെതിരെ ചെയ്യുന്ന പ്രവൃത്തി കണ്ടുപിടിക്കാനാണെങ്കിൽ W = mgh ആണ്. അതവിടെ പഠിക്കണം. പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ പ്രവൃത്തി എന്ന് പറയുമ്പോൾ വിവിധ തരം പ്രവൃത്തികളുണ്ട്. അതായത് ഒരു പോസിറ്റീവ്, ഇത് കഴിഞ്ഞ പ്രാവശ്യം 2025 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പോസിറ്റീവ് പ്രവൃത്തിയുണ്ട്, അതുപോലെ തന്നെ നെഗറ്റീവ് പ്രവൃത്തിയുണ്ട്. അപ്പൊ ഈ പോസിറ്റീവ് പ്രവൃത്തി സംഭവിക്കുന്നത് എവിടെയായിരിക്കും? അതായത് ഇപ്പൊ ഈ ഫോഴ്സ് ഉണ്ടല്ലോ, എഫും അതുപോലെ തന്നെ സ്ഥാനാന്തരവും ഒരേ ദിശയിൽ ആണെങ്കിൽ, എഫും എസും ഒരേ ദിശയിലായാൽ അതിനെ എന്ത് പറയും? പോസിറ്റീവ് വർക്ക് എന്ന് പറയും. എന്നാൽ എഫും എസും, അതായത് എഫ് എന്ന് പറയുമ്പോൾ ഫോഴ്സ് ആണ്, എസ് എന്ന് പറയുന്ന സ്ഥാനാന്തരമാണ്, അത് എതിർ ദിശയിലായാൽ, അത് എന്താണ്? എതിർ ദിശയിലാണെങ്കിൽ അവിടെ എന്ത് വർക്ക് നടന്നു? നെഗറ്റീവ് വർക്ക് എന്ന് പറഞ്ഞു. മനസ്സിലായോ? ഇപ്പോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ ഇവിടെ ഒരു തറ, ഇപ്പൊ നമ്മൾ നിലത്ത്, ഇപ്പൊ ഇവിടെ ഒരു വസ്തു ഉണ്ട്. ഈ വസ്തുവിനെ നമ്മളൊന്ന് എന്ത് ചെയ്യാണ്? വലിക്കുകയാണ്. കേൾക്കുന്നുണ്ടോ? നമ്മളൊരു വസ്തുവിനെ വലിക്കുന്ന സമയത്ത് ബലം പ്രയോഗിക്കുന്ന ദിശയിൽ, ഇപ്പൊ നമ്മൾ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ വലിക്കുമ്പോൾ ഇതേ ദിശയിലേക്ക് തന്നെ ആ വസ്തുവിന് എന്ത് മാറ്റം സംഭവിക്കുന്ന, സ്ഥാനാന്തരം ഉണ്ടായാൽ അതെന്താണ്? ഇപ്പൊ നമ്മൾ ഇതൊരു വസ്തു കണ്ടു, നമ്മളിപ്പോ ഇവിടെ നിൽക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ടോ? നമ്മളിപ്പോ ഇവിടെ നിൽക്കുന്നുണ്ട്. നമ്മൾ എന്നിട്ട് ഈ വസ്തുവിനെ എന്ത് ചെയ്യാണ്? വലിക്കുകയാണ്. അപ്പൊ അതങ്ങനെ കറക്റ്റ് ദിശയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതെന്താണ്? പോസിറ്റീവ് പ്രവൃത്തിയാണ്. എന്നാൽ നമ്മളിതിങ്ങനെ വലിക്കുന്ന സമയത്ത് അതെന്ത് ചെയ്യാണ്? അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പൊ അതെന്ത് ചെയ്യാ? നെഗറ്റീവ് പ്രവൃത്തിയാണ്. കാരണം ഇവിടെ എന്ത് ചെയ്യാണ്? ഗുരുത്വാകർഷണ ബലം പ്രയോഗിക്കും അല്ലേ? തറ പ്രയോഗിക്കുന്ന പ്രവൃത്തിയാണ് അല്ലേ? അത് എന്ത് ചെയ്യാണ് അവിടെ? അത് നെഗറ്റീവ് പ്രവൃത്തിയാണ്. തറ പ്രയോഗിക്കുന്ന പ്രവൃത്തി നെഗറ്റീവ് പ്രവൃത്തിയാണ് കേട്ടോ. ഇനി ഒരു വസ്തു ഇപ്പൊ ഒരു മുകളിലേക്ക് ഉയരുന്ന സമയത്ത്, ഇപ്പൊ ഒരു വസ്തു ഇതിങ്ങനെ മുകളിലേക്ക് ഉയരുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ നമ്മളൊരു കല്ല് അങ്ങോട്ട് മേലേക്ക് എറിയുന്ന സമയത്ത് അത് മേലേക്ക് പോകണ്ട, ഇല്ല. ഗുരുത്വാകർഷണ ബലം കൊണ്ട് എന്ത് ചെയ്യും? ആ കല്ല് താഴേക്ക് വീഴും അല്ലേ? അപ്പൊ ആ ഗുരുത്വാകർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? അത് നെഗറ്റീവ് പ്രവൃത്തിയാണ്. ഓക്കെ ആണല്ലോ. അടുത്ത നമുക്ക് ഊർജ്ജം നോക്കാം. എന്താണ് ഊർജ്ജം? എനർജി എന്ന് പറയുന്നത് പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ്. നമ്മൾ നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞില്ലേ, ഒരു വസ്തു ഒരു മേശിനെ ഇപ്പൊ തള്ളുന്നു എന്ന് പറഞ്ഞു അവിടെ ഒരു ബലം പ്രയോഗിക്കുന്നു, അതേ ദിശയിൽ തന്നെ പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ സ്ഥാനാന്തരം സംഭവിച്ചാൽ അതിന് പ്രവൃത്തി എന്ന് പറയും. നമുക്ക് ആ ബലം പ്രയോഗിക്കണമെങ്കിൽ അവിടെ ഒരു എനർജി വേണം അല്ലേ? ഇല്ലെങ്കിൽ നമുക്ക് തള്ളി നിൽക്കാൻ പറ്റില്ല. അപ്പൊ പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് എന്ത് പറയുന്നത്? ഊർജ്ജം എന്ന് പറയുന്നത്. ഊർജ്ജം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാ? തോമസ് യങ് ആണ്. ഊർജ്ജം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് തോമസ് യങ് ആണ്. ഇനി ഊർജ്ജം എന്ന് പറഞ്ഞാൽ സ്ഥിതികോർജ്ജവുമുണ്ട്, ഗതികോർജ്ജവുമുണ്ട്. മനസ്സിലായോ? ഊർജ്ജം എന്ന് പറയുമ്പോൾ രണ്ടു തരം ഊർജ്ജമുണ്ട്, സ്ഥിതികോർജ്ജവും ഗതികോർജ്ജവും. ഇനി ഊർജ്ജത്തിന്റെ CGS യൂണിറ്റ് എന്താന്ന് ചോദിച്ചാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഗർഗ് ആണ്. ഊർജ്ജത്തിന്റെ CGS യൂണിറ്റ് എന്താണ്? ഗർഗ് ആണ്. ഗർഗ് കേട്ടോ. ഊർജ്ജത്തിന്റെ CGS യൂണിറ്റ് ഗർഗ് ആണ്. ഇനി ഈ സ്ഥിതികോർജ്ജവും ഗതികോർജ്ജവും എന്താണെന്ന് നമുക്ക് നോക്കാം. സ്ഥിതികോർജ്ജം അതുപോലെ തന്നെ ഗതികോർജ്ജം ഇതെന്താണെന്നാണ് ഇത് ഇരട്ട സ്ലൈഡിൽ തന്നെ നമ്മൾ പഠിച്ചിട്ട് പോകണം. ഇവിടെ പറയുന്ന കാര്യങ്ങൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഈ സ്ഥിതികോർജ്ജം എന്ന് പറഞ്ഞാല്, അതായത് സ്ഥിതികോർജ്ജത്തിന്റെ യൂണിറ്റ് എന്താണ്? സ്ഥിതികോർജ്ജം അളക്കാൻ mgh ആണ്. എന്നാൽ ഗതികോർജ്ജത്തിന്റെ ഹാഫ് mv² ആണ് കേട്ടോ. ഹാഫ് mv² ആണ് ഇക്വേഷൻ കേട്ടോ. സ്ഥിതികോർജ്ജം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ mgh ഉം ഗതികോർജ്ജം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഹാഫ് mv² ഉമാണ്. ഇനി സ്ഥിതികോർജ്ജം എന്ന് പറഞ്ഞാൽ രണ്ടു തരമുണ്ട്. ഒന്ന് സ്ഥാനം മൂലം ലഭിക്കുന്നത്, സ്ഥാനം മൂലമുള്ള സ്ഥിതികോർജ്ജവുമുണ്ട്, കോൺഫിഗറേഷൻ മൂലമുള്ള സ്ഥിതികോർജ്ജവുമുണ്ട്. കോൺഫിഗറേഷൻ മൂലമുള്ള സ്ഥിതികോർജ്ജവുമുണ്ട്. ഓക്കെ ആണോ? ഇനി അപ്പൊ ഇവിടെ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? സ്ഥിതികോർജ്ജത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? mgh ആണ്. ഒരു വസ്തുവിന്റെ സ്ഥാനം കൊണ്ട് ലഭിക്കുന്നതാണ് ഏത്? സ്ഥിതികോർജ്ജം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഉയരം കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? സ്ഥിതികോർജ്ജത്തിന് എന്ത് സംഭവിക്കും? ഉയരം കൂടുന്നതിനനുസരിച്ചിട്ട് സ്ഥിതികോർജ്ജത്തിന് എന്ത് സംഭവിക്കും? എന്ത് ചെയ്യും? സ്ഥിതികോർജ്ജം കൂടും. ഉയരം കൂടുന്നതിനനുസരിച്ചിട്ട് സ്ഥിതികോർജ്ജം കൂടും. അപ്പോ സ്ഥിതികോർജ്ജത്തിന് ഉദാഹരണം, ഇപ്പൊ ജലസംഭരണിയിൽ നിറച്ചു വെച്ചിരിക്കുന്ന വെള്ളമില്ലേ, ഇപ്പൊ വെള്ള ടാങ്കുകളൊക്കെ, വലിയ വലിയ ടാങ്കുകളിലൊക്കെ വെള്ളം നിറച്ചു വെക്കുന്നില്ലേ, അതിന് എന്താണ്? ജലസംഭരണികളിൽ നിറച്ചു വെച്ചിരിക്കുന്ന
വെള്ളം എന്തിന് ഉദാഹരണമാണ്? സ്ഥിതികോർജ്ജത്തിന് ഉദാഹരണമാണ്. അതുപോലെ ഓരോരോ ഡാമുകളിലൊക്കെ, ഇടുക്കി ഡാമിലൊക്കെ വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്നില്ലേ, അതൊക്കെ എന്തിന് ഉദാഹരണമാണ്? സ്ഥിതികോർജ്ജത്തിന് ഉദാഹരണമാണ്. ഇനി ഒരു വസ്തുവിന് ചലനം കൊണ്ട് ലഭിക്കുന്ന ഊർജമാണ്, ഒരു വസ്തുവിന് ചലനം കൊണ്ട് ലഭിക്കുന്ന ഊർജമാണ് ഇത് ഗതികോർജം എന്ന് പറയുന്നത്. കൈനറ്റിക് എനർജി കാണാൻ ഇക്വേഷൻ ഹാഫ് mv² ആണ്. അതുപോലെ തന്നെ ഇപ്പൊ ഒരു വസ്തുവിന്റെ ഭാരം, അതുപോലെ തന്നെ വെലോസിറ്റി, പ്രവേഗം കൂടിക്കഴിഞ്ഞാൽ കൂടുന്നതിന് അനുസരിച്ച് എന്ത് ചെയ്യും? കൂടുന്നതിനനുസരിച്ചിട്ട് എന്ത് കൂടും? ഗതികോർജവും കൂടും. ഗതികോർജവും കൂടും. ഓക്കെ ആണല്ലോ? അതെ, ഇപ്പൊ പുഴകളിൽ വെള്ളം ഒഴുകുന്നില്ലേ? പുഴ എന്താണ്? ഒഴുകുന്ന ജലം ഏതിന് ഉദാഹരണമാണ്? ചലിക്കുകയല്ലേ അവിടെ? വെള്ളം എന്താണ്? ചലിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഒഴുകുന്ന ജലം എന്തിന് ഉദാഹരണമാണ്? ഗതികോർജത്തിന് ഉദാഹരണമാണ്. എന്നാൽ ടാങ്കിൽ നിർത്തിയിട്ടിരിക്കുന്ന, ജലസംഭരണികളിൽ നിറച്ചു വെച്ചിരിക്കുന്ന വെള്ളം എന്തിന് ഉദാഹരണമാണ്? സ്ഥിതികോർജത്തിന് ഉദാഹരണമാണ്. ഓക്കെ, നമ്മൾ ഇനി വർക്ക് നോക്കി, എനർജി നോക്കി, പവർ. എന്താ പവർ? യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തി അല്ലെങ്കിൽ പ്രവൃത്തിയുടെ നിരക്കാണ് എന്ത്? പവർ എന്ന് പറയുന്നത്. പഠിക്കണേ, യൂണിറ്റ് സമയത്ത് ഇവിടെ ഒരു വാക്ക് വരണം. യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തി അല്ലെങ്കിൽ പ്രവൃത്തിയുടെ നിരക്കാണ് പവർ എന്ന് പറയുന്നത്. പവർ കണ്ടുപിടിക്കാൻ എന്താണ് ഇക്വേഷൻ? പ്രവൃത്തിയുടെ യൂണിറ്റ്, അതായത് പവർ കണ്ടുപിടിക്കാൻ എന്താണ്? പ്രവൃത്തി, വർക്ക് ഡിവൈഡഡ് ബൈ ടൈം ആണ്. പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? വർക്ക് ഡിവൈഡഡ് ബൈ ടൈം ആണ്. ഇനി 1 കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? 1000 വാട്ടാണ്. ഒരു ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ 746 വാട്ടാണ്. വെരി ഇമ്പോർട്ടന്റ് ആണ്. ഒരു ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ 746 വാട്ടാണ്. 1 കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ 1000 വാട്ടാണ്. അപ്പൊ പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? പ്രവൃത്തി ഡിവൈഡഡ് ബൈ ടൈം ആണ്. പ്രവൃത്തി ഡിവൈഡഡ് ബൈ ടൈം ആണ്. എങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. ചലനം അല്ലേ? എന്താണ് ചലനം എന്ന് പഠിക്കണം. അപ്പൊ നമ്മളിപ്പോ 3 കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് എന്താണ്? ചലനത്തിലേക്ക് കടക്കാം. എന്താണ് ചലനം എന്ന് പറഞ്ഞാൽ? ചലനത്തിൽ നമുക്ക് പഠിക്കാനുള്ളതില് ദൂരം എന്താണ് എന്ന് പഠിക്കണം. ചലനത്തില് ഇതിലെല്ലാം ചലനത്തിൽ വരുന്നതാണ്. ദൂരം എന്താന്ന് പഠിക്കണം, സ്ഥാനാന്തരം എന്താന്ന് പഠിക്കണം, എന്താണ് വേഗത, എന്താണ് പ്രവേഗം, എന്താണ് സമപ്രവേഗം, എന്താണ് അസമപ്രവേഗം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ദൂരം എന്താണെന്ന് പഠിക്കാം. ദൂരം എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിക്കണം, ശ്രദ്ധിക്കണം. ചുറ്റുപാടുകളെ അപേക്ഷിച്ചിട്ട് ഒരു വസ്തുവിന് ഉണ്ടാകുന്ന സ്ഥാനമാറ്റമാണ് എന്ത്? ചലനം എന്ന് പറഞ്ഞാൽ അല്ലേ? അതായത് ചുറ്റുപാടുകളെ അപേക്ഷിച്ചിട്ട് ഒരു വസ്തുവിന് ഉണ്ടാകുന്നതാണ് സ്ഥാനമാറ്റമാണ് എന്ത്? ചലനം എന്ന് പറയുന്നത്. അപ്പൊ ഈ ചലനത്തിൽ നമ്മൾ ഈ 2 സെക്ഷനായിട്ട് പഠിക്കണം. ആദ്യം ദൂരം എന്താണെന്ന് പഠിക്കണം. എന്താണ് ദൂരം എന്ന് പറഞ്ഞാൽ? സഞ്ചാരപാതയുടെ ആകെ നീളമാണ്. നമ്മൾ പറയാറില്ല, ഞാൻ ഈ അറ്റത്ത് നിന്നും ആ അറ്റത്തേക്ക് പോയി അല്ലേ? അപ്പൊ ഇവിടെ നിന്നും ആ അറ്റത്തേക്ക് പോയി, അപ്പൊ സഞ്ചരിച്ച ദൂരമാണ് അല്ലേ? സഞ്ചാരപാതയുടെ ആകെ നീളമാണ്. സഞ്ചാരപാതയുടെ ആകെ നീളമാണ് എന്ത് പറയുന്നത്? ദൂരം എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണം, സഞ്ചാരപാതയുടെ ആകെ നീളമാണ് ദൂരം എന്ന് പറയുന്നത്. ദൂരം എന്ന് പറഞ്ഞാൽ ഒരു അദിശ അളവാണ്. ദൂരം എന്താണ്? ഒരു അദിശ അളവാണ്. ദൂരത്തിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. ദൂരത്തിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. ഇനി അതേപോലെ തന്നെ ഈ ദൂരം എന്ന് പറഞ്ഞാൽ ഈ സ്ഥാനാന്തരവുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് എന്താണെന്നറിയോ ഇവിടെ പ്രത്യേകത? സ്ഥാനാന്തരത്തിന്റെ അളവിന് ഒന്നുമില്ലെങ്കിൽ തുല്യമായിരിക്കും, അല്ലെങ്കിൽ കൂടുതൽ ആയിരിക്കും. അപ്പൊ ഇവിടെ ഒരു പ്രത്യേക പോയിന്റ് ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും ദൂരവും സ്ഥാനാന്തരവും തമ്മിൽ നോക്കുന്ന സമയത്ത് ഒന്നുമില്ലെങ്കിൽ സ്ഥാനാന്തരം ദൂരത്തിന്റെ ഒപ്പമായിരിക്കും, അല്ലെങ്കിൽ ദൂരത്തിനേക്കാൾ താഴെയായിരിക്കും. എപ്പോഴും ദൂരമായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? മുന്നിൽ നിൽക്കേണ്ടത്, കൂടുതൽ നിൽക്കേണ്ടത്. കേൾക്കണ്ടോ? ദൂരം കണക്കാക്കുന്ന സമയത്ത് ഒന്നുമില്ലെങ്കിൽ ദൂരം സ്ഥാനാന്തരത്തിന് ഒപ്പം, അല്ലെങ്കിൽ സ്ഥാനാന്തരത്തെക്കാൾ കൂടുതൽ. മനസ്സിലായി? ദൂരം. ഇനി സ്ഥാനാന്തരം വെച്ച് നോക്കുമ്പോഴോ, സ്ഥാനാന്തരം ഒന്നുമില്ലെങ്കിൽ ദൂരത്തിന് ഒപ്പം, അല്ലെങ്കിൽ സ്ഥാനാന്തരം ദൂരത്തെക്കാൾ താഴെ, കുറവ്. കേൾക്കണ്ടോ? അപ്പൊ എപ്പോഴും ദൂരമായിരിക്കണം കൂടുതൽ എന്ന് പറയുന്നത്. സ്ഥാനാന്തരം എപ്പോഴും ദൂരത്തിന് ഒപ്പമായിരിക്കും, അല്ലെങ്കിൽ കുറവായിരിക്കും. മനസ്സിലായല്ലോ?
അപ്പൊ സഞ്ചാരപാതയുടെ ആകെ നീളമാണ് ദൂരം എന്ന് പറയുന്നത്. ദൂരം ഒരു സദിശ അളവാണ്. ദൂരത്തിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മീറ്റർ ആണ്. എങ്കിൽ നമുക്ക് ഇനി സ്ഥാനാന്തരം നോക്കാം അല്ലെ. ആദ്യ സ്ഥാനത്ത് നിന്നും അന്ത്യസ്ഥാനത്തേക്കുള്ള ദൂരമാണ്. ആദ്യ സ്ഥാനത്ത് നിന്നും അന്ത്യസ്ഥാനത്തേക്കുള്ള എന്താണ് ഇവിടെ? നേർരേഖാ ദൂരമാണ് എന്ത്? സ്ഥാനാന്തരം എന്ന് പറയുന്നത്. ഇപ്പൊ ദൂരം എന്ന് പറയുമ്പോൾ അതായത് ഇപ്പൊ നിങ്ങൾ ഇവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ്. അതിപ്പോ നിങ്ങൾ നോക്കിയോ, അപ്പോൾ ഒരു സ്ഥലത്ത് നിന്നും ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ ബസ്സിൽ പോവാണ്. ബസ് എപ്പോഴും പോകുമ്പോൾ ഇങ്ങനെ ബസ് തന്നെ വളയാതെ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ പോവുക ഇല്ല അല്ലേ. അപ്പൊ ഇവിടെ എത്തും, അതിങ്ങനെ ഇങ്ങോട്ട് തിരിയും, കുറച്ച് നേരം ഇങ്ങോട്ട് വരും, പിന്നെ ഇങ്ങനെ ഇങ്ങോട്ട് പോകും, ഇതിങ്ങനെ ഇങ്ങോട്ട് പോകും, അതങ്ങനെ ഇങ്ങനെ മാറി ദിശകളൊക്കെ മാറിയിട്ടായിരിക്കും ദൂരം പോവുക അല്ലെ. എന്നാൽ സ്ഥാനാന്തരം പറഞ്ഞാൽ അങ്ങനെയല്ല. ഒരു സ്ഥാനത്ത് നിന്നും നേർരേഖ ഇങ്ങനെ ഇതേ ലെവലായിരിക്കും. മനസ്സിലായോ? അപ്പൊ ഈ ആദ്യ സ്ഥാനത്ത് നിന്നും അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖ കണ്ടോ, ആ വ്യത്യാസം വരണേ. നേർരേഖാ ദൂരമാണ് എന്ത്? സ്ഥാനാന്തരം എന്ന് പറഞ്ഞാൽ. ഈ സ്ഥാനാന്തരം എന്ന് പറഞ്ഞാൽ സദിശ അളവാണ്. ഏത്? സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റും മീറ്റർ തന്നെയാണ്. അപ്പൊ സ്ഥാനാന്തരത്തിന്റെ അളവ് എങ്ങനെയായിരിക്കും? ഒന്നുമില്ലെങ്കിൽ ദൂരത്തിന് ഒപ്പം, അല്ലെങ്കിൽ സ്ഥാനാന്തരം ദൂരത്തേക്കാൾ കുറവ് ആയിരിക്കും. മനസ്സിലായല്ലോ? ഇനി എന്താണ് വേഗത? വേഗത എന്ന് പറഞ്ഞാൽ യൂണിറ്റ് സമയം കൊണ്ട് സഞ്ചരിച്ച ദൂരമാണ്. യൂണിറ്റ് സമയം കൊണ്ട് സഞ്ചരിച്ച ദൂരമാണ് ഇത് വേഗത എന്ന് പറയുന്നത്. വേഗത എന്ന് പറഞ്ഞാൽ അതൊരു അദിശ അളവാണ്. യൂണിറ്റ് എന്താണ്? വേഗതയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. മനസ്സിലായോ? അതേപോലെ തന്നെ വേഗതയും പ്രവേഗവും. വേഗതയുടെ അളവ് എപ്പോഴും പ്രവേഗത്തിന്റെ അളവിനോട് തുല്യമായിരിക്കും, കൂടുതലായിരിക്കും. അപ്പൊ ഇവിടെ വേഗതയും എപ്പോഴും എന്ത് തന്നെയായിരിക്കണം? കൂടുതൽ ആയിരിക്കണം. ഒന്നില്ലെങ്കിൽ പ്രവേഗത്തിന് ഒപ്പം, അല്ലെങ്കിൽ പ്രവേഗത്തിനേക്കാൾ കൂടുതൽ. അപ്പൊ തിരിച്ചു പറഞ്ഞേ, പ്രവേഗം എങ്ങനെയായിരിക്കും? വേഗതയോട് ഒപ്പമായിരിക്കും, അല്ലെങ്കിൽ വേഗതയേക്കാൾ കുറവ് ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ എന്താണ് വേഗതയുടെ അളവ്? പ്രവേഗത്തിന്റെ അളവിനോട് തുല്യമോ ആയിരിക്കും, അല്ലെങ്കിൽ അതിന് കൂടുതലോ ആയിരിക്കും. ശരി, അത് കഴിഞ്ഞു. ഇനി നമുക്കെന്നാ പ്രവേഗം പഠിക്കാം. എന്താണ് പ്രവേഗം എന്ന് പറഞ്ഞാൽ? യൂണിറ്റ് സമയം കൊണ്ട് ഒരു വസ്തുവിന് ഉണ്ടായ സ്ഥാനാന്തരമാണ് ഏതെന്ന് പറയുന്നത്? പ്രവേഗം എന്ന് പറയുന്നത്. സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റും മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ ഇവിടെ എങ്ങനെയായിരിക്കും? പ്രവേഗത്തിന്റെ അളവ് എങ്ങനെയായിരിക്കും? പ്രവേഗത്തിന്റെ അളവ് വേഗതയുടെ അളവിനോട് തുല്യം, അല്ലെങ്കിൽ കുറവ്, അങ്ങനെയായിരിക്കും. ഇനി എന്താണ് സമപ്രവേഗം, എന്താണ് അസമപ്രവേഗം? ഒരു വസ്തുവിന്റെ ചലനദിശ മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, ഇപ്പൊ ചലനദിശ മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ വെലോസിറ്റിക്കും എന്ത് മാറിക്കൊണ്ടിരിക്കും അല്ലെ. ചലനം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി പോകുന്ന സമയത്ത് അവിടെ വെലോസിറ്റിയും എന്തായിരിക്കും? മാറിക്കൊണ്ടിരിക്കും അല്ലെ. അപ്പൊ ഒരു വസ്തുവിന്റെ അതായത് തുല്യ സമയ ഇടവേളകളിൽ തുല്യമായിരിക്കുകയും ഒരേ ദിശയിൽ സഞ്ചരിക്കുകയും ചെയ്യുമ്പോൾ അതെന്താണ്? ഒരു സമപ്രവേഗത്തിലാണ് ആ വസ്തു എന്ന് പറയാം അല്ലെ. ഒരു വസ്തുവിന്റെ സ്ഥാനാന്തരത്തിന്റെ അളവ് തുല്യ സമയ ഇടവേളകളിൽ എന്തായിരിക്കണം? തുല്യമായിരിക്കണം അല്ലെ. തുല്യമായിരിക്കുകയും പിന്നെ ഒരേ ദിശയിൽ സഞ്ചരിക്കുകയും ചെയ്താൽ ആ വസ്തു എന്തായിരിക്കും? സമപ്രവേഗത്തിലാണ് എന്ന് പറയാം. ഓക്കെ, അതായത് ഉദാഹരണം പറഞ്ഞാൽ പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്നത് എങ്ങനെയാണ്? പ്രകാശം നമ്മുടെ ശൂന്യതയിലൂടെ ഇങ്ങോട്ടേക്ക് എത്തുന്നത് എങ്ങനെയാണ്? തുല്യ സമയ ഇടവേളകളിൽ തുല്യമായിരിക്കും, അതേപോലെ തന്നെ ഒരേ ദിശയിലായിരിക്കും, അങ്ങനെയാണ്. എന്നാൽ അസമപ്രവേഗം എന്താണ് പറയുന്നത്? അസമപ്രവേഗത്തിന് ഓപ്പോസിറ്റ് ആയിരിക്കും കേട്ടോ. അസമപ്രവേഗം എന്തായിരിക്കും? അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പൊ സൂര്യന്റെ നേർരേഖയിലൂടെയുള്ള സഞ്ചാരമാണ് സമപ്രവേഗത്തിന് ഉദാഹരണമെങ്കിൽ അസമപ്രവേഗത്തിന് ഉദാഹരണം സ്റ്റേഷനിൽ നിന്നും
പുറപ്പെട്ടു നീങ്ങുന്ന ട്രെയിൻ, സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ടു നീങ്ങുന്ന ട്രെയിൻ എന്തിന് ഉദാഹരണമാണ്? അസമപ്രവേഗത്തിന് ഉദാഹരണമാണ്. അപ്പോൾ ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ നിന്നും ചലനാവസ്ഥയിലേക്ക് എത്തുമ്പോൾ ആദ്യ പ്രവേഗം എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് ഇപ്പോ ഒരു ട്രെയിന് എന്ത് ചെയ്യാണ്? ഇവിടെ നിന്ന് പുറപ്പെട്ടു. ട്രെയിൻ ആദ്യം എന്തായിരിക്കും? അവിടെ നിൽക്കുകയായിരിക്കും അല്ലേ? അപ്പൊ നിശ്ചലാവസ്ഥയിലാണ്. ആ നിശ്ചലാവസ്ഥയിലാകുമ്പോൾ ട്രെയിനിന്റെ ആദ്യ പ്രവേഗം നിശ്ചലാവസ്ഥയാണ്. ഇവിടെ ട്രെയിൻ നിൽക്കുന്നുണ്ട്, നിശ്ചലാവസ്ഥയിലാണ്. അവിടെ ആദ്യ പ്രവേഗമാണ്. അവിടെ എന്തായിരിക്കും? 0 ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ നിശ്ചലാവസ്ഥയിൽ നിന്നും എന്ത് ചെയ്യാണ്? അതിങ്ങനെ ചലിച്ച് എത്തുകയാണ് അല്ലേ? ആ ചലനാവസ്ഥയിൽ നിന്നും എന്ത് ചെയ്യും? നിശ്ചലാവസ്ഥയിലേക്ക് ഇങ്ങനെ എത്തും. ട്രെയിൻ അവിടെ നിൽക്കണ്ടേ? നിൽക്കും അല്ലേ? അപ്പൊ അവിടെ അന്ത്യപ്രവേഗം എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ ഒരു വസ്തു ചലനാവസ്ഥയിൽ നിന്നും നിശ്ചലാവസ്ഥയിൽ എത്തുമ്പോൾ അന്ത്യപ്രവേഗവും 0 ആയിരിക്കും. അടുത്ത നോക്ക്, ത്വരണം, ആക്സിലറേഷൻ നോക്കണം. അതുപോലെ തന്നെ മന്ദീകരണം. എപ്പോഴും ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ത്വരണം എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. മന്ദീകരണം എന്ന് പറയുമ്പോൾ ഒരു വസ്തുവിന്റെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള പ്രവൃത്തിയാണ് എന്ത്? മന്ദീകരണം എന്ന് പറയുന്നത്. മന്ദീകരണം എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ത്വരണം എപ്പോഴും എന്താണ്? പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ എന്താണ് ഈ ത്വരണം? എന്താണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്? പ്രവേഗമാറ്റത്തിന്റെ നിരക്കാണ്. എന്താണ്? പ്രവേഗമാറ്റത്തിന്റെ, വെലോസിറ്റിയുടെ ചേഞ്ചിന്റെ പ്രവേഗമാറ്റത്തിന്റെ നിരക്കിനെയാണ് എന്ത് പറയുന്നത്? ത്വരണം എന്ന് പറയുന്നത്. ത്വരണം കാണാൻ എന്താ ചെയ്യേണ്ടത്? പ്രവേഗമാറ്റം ഡിവൈഡഡ് ബൈ എന്തായിരിക്കും? ടൈം ആയിരിക്കും. പ്രവേഗമാറ്റം ഡിവൈഡഡ് ബൈ ആക്സിലറേഷൻ എങ്ങനെയാണ്? എ അല്ലേ? ആക്സിലറേഷൻ നമ്മൾ കൊടുക്കുന്നത് എന്താണ്? എ ആണ് അല്ലേ? എ സമം എന്തായിരിക്കും? v മൈനസ് യു ഡിവൈഡഡ് ബൈ ടി ആണ്. ത്വരണം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? അന്ത്യപ്രവേഗം മൈനസ് ആദ്യ പ്രവേഗം ഡിവൈഡഡ് ബൈ ടൈം ആണ്. അന്ത്യപ്രവേഗത്തിന് കാണിക്കാനുള്ളതാണ് v, ആദ്യ പ്രവേഗത്തിന് കാണിക്കാനുള്ളതാണ് u, t എന്താണ്? ടൈം. അപ്പൊ ആക്സിലറേഷൻ a കാണാൻ, ത്വരണം കാണാൻ അന്ത്യപ്രവേഗം മൈനസ് ആദ്യ പ്രവേഗം ഡിവൈഡഡ് ബൈ ടൈം. ത്വരണം ഒരു എന്ത് അളവാണ്? ഒരു സദിശ അളവാണ് ത്വരണം എന്ന് പറയുന്നത്. ഈ ത്വരണം സംഭവിക്കുന്ന സന്ദർഭങ്ങൾ എന്തൊക്കെയാണ്? തെങ്ങിൽ നിന്നും തേങ്ങ താഴേക്ക് വീഴില്ലേ? അപ്പൊ തെങ്ങിൽ നിന്നും തേങ്ങ താഴേക്ക് വീഴുന്ന സന്ദർഭം. തെങ്ങിൽ നിന്നും തേങ്ങ, അപ്പൊ തെങ്ങിൽ തേങ്ങ നിൽക്കുന്നുണ്ട് അല്ലെ? ആ തേങ്ങ നിൽക്കുന്ന സമയത്ത് അവിടെ അതെന്താണ്? അവിടെ ആദ്യ പ്രവേഗം 0 ആണ്. തേങ്ങ നേരെ താഴോട്ട് വന്നു, ചലിച്ചു, താഴെ വീണു അല്ലെ? അപ്പൊ എന്താണ്? തെങ്ങിൽ നിന്ന് തേങ്ങ താഴേക്ക് പതിക്കുന്നത് എന്തിന് ഉദാഹരണമാണ്? ത്വരണത്തിന് സംഭവമാണ്. എന്താണ്? അതുപോലെ തന്നെ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുന്ന ട്രെയിൻ എന്തിനാണ്? ത്വരണത്തിന് ഉദാഹരണമാണ്. ഇനി എന്താണ് മന്ദീകരണം എന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞു എപ്പോഴും മന്ദീകരണം നെഗറ്റീവ് ആയിരിക്കും എന്ന് പറഞ്ഞു. ഉരുട്ടി വിട്ട പന്ത് നിശ്ചലമാകുന്നത്. അപ്പൊ പന്ത് ഉരുണ്ട് വന്നും കൂടെ അവിടെ എങ്ങനെ എന്താവും? നിശ്ചലമാകും അല്ലേ? ആ ഉരുട്ടി വിട്ട പന്ത് നിശ്ചലമാകുന്നത് മന്ദീകരണത്തിന് ഉദാഹരണമാണ്. അതേപോലെ തന്നെ മുകളിലേക്ക് എറിയുന്ന കല്ല് എന്താണ്? അത് മന്ദീകരണത്തിന് ഉണ്ടാകുന്ന സന്ദർഭങ്ങളാണ്. മുകളിലേക്ക് എറിയുന്ന കല്ല്. അപ്പൊ മന്ദീകരണം എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും കേട്ടോ. ത്വരണം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ അത് നോക്ക്, ചലനമാണ്. അടുത്ത ടോപ്പിക്ക് നമ്മൾ എടുക്കാൻ പോകുന്നത് ചലനമാണ്. എന്താണ് ചലനം? അല്ലെ? നമുക്ക് ചലനം എന്ന് പറയുമ്പോൾ നേർരേഖയിൽ ചലിക്കുന്നതുണ്ട്, സമമായി ചലിക്കുന്നതുണ്ട്, അതുപോലെ പലതരം സന്ദർഭങ്ങളുണ്ട് അല്ലെ? അപ്പൊ ചലനത്തിൽ നേർരേഖ ചലനം എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന്റെ എന്താണ്? നേരെയുള്ള ചലനം അല്ലെ? ഒരു വസ്തു നേർരേഖയിൽ ചലിക്കുന്നുണ്ടെങ്കിൽ അതിന് എന്താണ്? നേർരേഖ ചലനം എന്ന് പറയും അല്ലെ? എന്താണ് ഉദാഹരണങ്ങൾ? നേർരേഖ ചലനത്തിന് ഉദാഹരണം നെട്ടറ്റ് വീഴുന്ന മാങ്ങ അല്ലെ? നെട്ടറ്റ് വീഴുന്ന മാങ്ങ എങ്ങനെയായിരിക്കും? നേർരേഖയിലായിരിക്കും അതിന്റെ ചലനം അല്ലെ? അതുപോലെ തന്നെ ലിഫ്റ്റ് ഉയരും അല്ലെ? ലിഫ്റ്റ് ഉയരുന്നത് എങ്ങനെയാണ്? നേർരേഖയിലാണ് അല്ലെ? അതെന്താണ്? നേർരേഖ ചലനത്തിന് ഉദാഹരണമാണ്. ഇനി എന്താണ് സമചലനം എന്ന് പറഞ്ഞാൽ? സമചലനം ആ വാക്കിൽ നിന്ന് തന്നെ എടുക്കണേ. തുല്യ സമയ ഇടവേളകളിൽ എന്ത് ചെയ്യും? തുല്യ ദൂരം സഞ്ചരിക്കുന്നത് സമചലനത്തിന് ഉദാഹരണമാണ്. ഉദാഹരണം ക്ലോക്കിലെ സൂചി അല്ലേ? കറക്റ്റ് ആയിരിക്കില്ല. അവരുടെ എന്തെങ്കിലും തെറ്റ് പറ്റുമോ? കേടുവരണം അല്ലേ? ക്ലോക്കിലെ സൂചി സമചലനത്തിന് ഉദാഹരണമാണ്. ഇനി എന്താണ് ദോലനം എന്ന് പറഞ്ഞാൽ? ഒരു വസ്തു, ദോലനം എന്താണ്? ഒരു വസ്തു തുലനസ്ഥാനത്തെ ആസ്പദമാക്കി കൃത്യമായ ഇടവേളകളിൽ
കൃത്യമായ ഇടവേളകളിൽ എന്ത് ചെയ്യും? ഇരുവശത്തേക്കും ചലിക്കുന്നതാണ് ദോലനം. ഉദാഹരണം വെരി ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ ഉദാഹരണവും ദോലനം പഠിക്കണം. നമ്മൾ ഊഞ്ഞാല് ചലിക്കുന്നത്, ഊഞ്ഞാലിന്റെ ചലനം. അതുപോലെ തന്നെ ക്ലോക്കിലെ പെൻഡുലം ഊഞ്ഞാലാണ് എപ്പോഴും PSC ചോദിക്കുക. ക്ലോക്കിലെ പെൻഡുലം അതെന്താണ്? ദോലനത്തിന് ഉദാഹരണമാണ്. അതുപോലെ തന്നെ ഈ കമ്പനം ഉണ്ടാകുന്നത്, അതുപോലെ ഈ തൂക്കുവിളക്ക് കത്തിക്കുന്നില്ലേ, ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ്? ദോലനത്തിന് ഉദാഹരണമാണ്. ഒരു വസ്തു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി കൃത്യമായ ഇടവേളകളിൽ ഇരുവശത്തേക്ക് ചലിക്കുന്നത്. ഇപ്പൊ ക്ലോക്ക് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ താഴോട്ട് കണ്ടിട്ടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും. അതെന്താ? തുല്യ സമയ ഇടവേളകളിൽ കൃത്യമായ ടൈമുകളിലായിരിക്കും അത് ചലിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഊഞ്ഞാലിന്റെ ചലനം, ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനം, കമ്പനം, തൂക്കുവിളക്ക്, ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ്? ദോലനത്തിന് ഉദാഹരണം. അതേപോലെ ഈ കമ്പനം എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പനം എന്ന് പറഞ്ഞാൽ ദ്രുതഗതിയിലുള്ള, അതേ ഒരു പോയിന്റ് നന്നായി ശ്രദ്ധിക്കണേ, ദ്രുതഗതിയിലുള്ള ദോലനമാണ് ഏത്? കമ്പനം എന്ന് പറയുന്നത്. അതായത് ഈ കമ്പനം നടക്കുന്ന സന്ദർഭം ഈ റബ്ബർ ബാൻഡ്, എന്താണ്? റബ്ബർ ബാൻഡ് നമ്മളിങ്ങനെ വലിച്ചു പിടിക്കും അല്ലേ? നമ്മൾ വലിച്ചു പിടിക്കുന്ന സമയത്ത് എന്നിട്ട് അങ്ങോട്ട് വിട്ടേ, അപ്പൊ അവിടെ എന്താണെന്ന് സംഭവിക്കുക? അവിടെ കമ്പനമാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ഈ ട്യൂണിങ് ഫോർക്കുകളിലൊക്കെ നടക്കുന്നത് എന്താണ്? കമ്പനമാണ് കേട്ടോ. അതേപോലെ ഇനി എന്താണ് ഈ വർത്തുള ചലനം എന്ന് പറഞ്ഞാൽ? വൃത്തപാതയിലുള്ള, അതായത് ഇപ്പൊ ചലിക്കുന്നത് പറയുമ്പോൾ ഈ ഒരു വൃത്തപാതയിലൂടെ ഇങ്ങനെ ചലിച്ചു കൊണ്ടിരിക്കുന്നത്, വൃത്തപാതയിലൂടെയുള്ള ചലനം എന്താണ്? വർത്തുള ചലനമാണ്. അതായത് ഈ വൃത്തപാതയിൽ ചലിക്കുന്നതിൽ ഒരു ഉദാഹരണം എന്താ പറയുക? ഈ ഫാനിന്റെ ലീഫ് ഇല്ലേ, ഫാൻ എന്ന് പറയാൻ പാടില്ല, ഈ ഫാനിന്റെ ലീഫ് ചലിക്കുന്നത് എങ്ങനെയാണ്? അത് വൃത്തത്തിലൂടെയല്ലേ ആ ലീഫ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കോമ്പസും പെൻസിലും, അതും എന്താണ്? കോമ്പസ് പെൻസില് നമ്മൾ പാതയിലൂടെയുള്ള ചലനമാണ് അല്ലേ? അതുപോലെ തന്നെ ഈ ക്ലോക്കിലെ സൂചി, ക്ലോക്ക് എങ്ങനെയാണ്? വൃത്താകൃതിയിലെ ക്ലോക്കിലെ സൂചി ചലിക്കുന്നത് എന്തിനാണ്? അത് വൃത്താകൃതിയിലാണ്. അതുപോലെ തന്നെ ഈ ഭ്രമണം നടക്കുന്നത്, പരിക്രമണം നടക്കുന്നത്, ഇതൊക്കെ ഏതിന് ഉദാഹരണമാണ്? വർത്തുള ചലനത്തിന് ഉദാഹരണമാണ്. ഓക്കെ ആണല്ലോ. അതേപോലെ തന്നെ ഇനി നമുക്ക് അടുത്തത് ചലന നിയമങ്ങൾ പഠിക്കാറുണ്ട്. ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ആരെന്ന് ചോദിച്ചാൽ നമ്മുടെ ഐസക് ന്യൂട്ടൺ ആണ്. വെരി ഇമ്പോർട്ടന്റ് ആണ്. ചലന നിയമം ആവിഷ്കരിച്ചത് ന്യൂട്ടൺ ആണ്. ന്യൂട്ടന്റെ പ്രശസ്തമായ ഒരു പുസ്തകം ഏതാണ്? പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക അല്ലെ? ഏതാണ്? പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക ന്യൂട്ടന്റെ പ്രശസ്തമായ ബുക്കാണ്. പ്രീവിയസ് ചോദ്യമാണ്. നമുക്ക് ചലന നിയമത്തിൽ പഠിക്കാനുണ്ട് ജഡത്വം അല്ലെ? ജഡത്വം പഠിക്കാറുണ്ട്. എന്താണ് ഈ ജഡത്വം എന്ന് പറഞ്ഞാൽ? ഇനേർഷ്യ അല്ലെ? എന്താണ്? ഒരു വസ്തുവിന് സ്വയം അതിന്റെ നിശ്ചലാവസ്ഥയ്ക്കോ ചലനാവസ്ഥയ്ക്കോ മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയാണ് എന്ത് പറയുന്നത്? ജഡത്വം എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു വസ്തു ചലിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന്റെ ചലനം നിർത്താൻ കഴിയാത്ത അവസ്ഥ ജഡത്വം. എന്നാൽ ഒരു വസ്തു നിശ്ചലാവസ്ഥയിലാണ്, അതിനെ ചലിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥ, അതും എന്താണ്? ജഡത്വത്തിന് ഉദാഹരണമാണ്. മനസ്സിലായോ? ആ ജഡത്വത്തിൽ തന്നെ ഇനേർഷ്യയിൽ തന്നെ എന്തുണ്ട്? ചലന ജഡത്വം ഉണ്ട് അല്ലെ? എന്താ ചലന ജഡത്വം? ചലന ജഡത്വം, നിശ്ചല ജഡത്വം. ആ വാക്കിൽ തന്നെ സ്റ്റാർട്ടിങ് തന്നെ ചലനം എന്നൊരു വാക്കിലായിരിക്കണം ആ ഉദാഹരണം വരേണ്ടത്. ഉദാഹരണം എപ്പോഴും ചോദിക്കും. ചലന ജഡത്വത്തിലും നിശ്ചല ജഡത്വം ചോദിക്കാറുണ്ട്. ചലന ജഡത്വം ഉദാഹരണം എടുക്കുമ്പോൾ അത് എന്തായിരിക്കണം? ഉദാഹരണത്തിൽ സ്റ്റാർട്ടിങ് തന്നെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ കുറിച്ചിട്ടായിരിക്കണം പറയേണ്ടത്. അപ്പൊ ഈ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ എന്താ സംഭവിക്കുക? ചലിച്ചുകൊണ്ടിരിക്കുകയല്ലേ അല്ലേ? ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്, ഓടിക്കൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ചലനം സംഭവിക്കുന്നുണ്ട് അല്ലെ? ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്. അപ്പൊ അതിൽ നിന്ന് യാത്രക്കാര് ഇറങ്ങും അല്ലേ? നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ചാടി ഇറങ്ങുമല്ലോ. അപ്പൊ നമ്മൾ എങ്ങോട്ടാ പോവുക? ബാക്കിലോട്ടാണോ പോവുക? മുന്നിലോട്ടാണോ പോവുക? നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ നമ്മൾ ചാടി ഇറങ്ങുന്ന സമയത്ത് നമ്മൾ എവിടേക്ക് പോകും? മുന്നിലോട്ട് പോകും അല്ലേ? എങ്ങനെയാണ്? ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ നിന്ന് ചാടി ഇറങ്ങുമ്പോൾ യാത്രക്കാർ എവിടേക്കാ പോവുക? മുന്നിലേക്കാണ് പോവുക. അപ്പൊ എന്ത് സംഭവിക്കുന്നത്? അവിടെ ചലന ജഡത്വമാണ് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ബസ് ഓടിക്കൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് അങ്ങോട്ട് ബ്രേക്ക് പിടിക്കുകയാണ്, നമ്മൾ എവിടേക്കാ പോവുക? ബാക്കിലോട്ടാണ് പോവുക? അല്ല, നമ്മൾ നേരെ എവിടേക്ക് പോകും? മുന്നിലോട്ട് പോകും അല്ലേ? അതെന്താണ്? ചലന ജഡത്വത്തിന് ഉദാഹരണമാണ്. അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഫാൻ ഓഫ് ചെയ്യാണ്,
ഫാൻ മതി എന്ന് പറഞ്ഞിട്ട് ഫാൻ ഓഫ് ചെയ്യും. ഫാൻ ഓഫ് ചെയ്താലും ഫാൻ എന്ത് ചെയ്തിട്ടുണ്ടാവും? ലേശം നേരം കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടാവും അല്ലേ? പെട്ടെന്ന് ഓഫ് ചെയ്തൊന്നും ഫാൻ അവിടെ നിൽക്കുമോ? ഇല്ല. അതും എന്തിന് ഉദാഹരണമാണ്? ചലന ജഡത്വത്തിന് ഉദാഹരണമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു അത്ലറ്റ്, ഇപ്പോൾ ഒരു കുട്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഒരു മത്സരത്തിൽ ഓട്ട മത്സരം നടക്കുകയാണ്. നമ്മൾ ഫിനിഷിംഗ് പോയിന്റിലെത്തി. നമ്മൾ ആ ഫിനിഷിംഗ് പോയിന്റിലെത്തി നമുക്ക് അവിടെ നിൽക്കുമോ? ഇല്ല. നമ്മൾ പിന്നെയും ആ ഫിനിഷിംഗ് പോയിന്റും കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ കുറച്ച് നേരം ദൂരം അങ്ങോട്ട് പോയിട്ടുണ്ടാവും അല്ലേ? അതും എന്തിന് ഉദാഹരണമാണ്? ചലന ജഡത്വത്തിന് ഉദാഹരണമാണ്. എങ്കിൽ നിശ്ചല ജഡത്വത്തിന് ഉദാഹരണങ്ങൾ എന്താണ് പറയുക? നിശ്ചല ജഡത്വം, അതിന് നേരെ ഓപ്പോസിറ്റ് പറയും. ഇപ്പോൾ നമ്മൾ ഇത്ര നേരം പറഞ്ഞു ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് നോക്കിയാൽ നിർത്തിയിട്ടിരിക്കുന്ന ബസ് നിശ്ചലമാണ്. നിർത്തിയിട്ടിരിക്കുന്ന ബസ് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യണം അല്ലേ? നമ്മൾ എവിടേക്ക് പോകും? ചലന ജഡത്വത്തിൽ നമ്മൾ എല്ലാം പറഞ്ഞത് മുന്നിലോട്ട് എന്നാണ് പറഞ്ഞത്. എന്ത് കാര്യം എന്താ സംഭവിക്കുന്നത് അവിടെ? മുന്നിലോട്ട് എന്ന് പറഞ്ഞു. പക്ഷെ നിശ്ചല ജഡത്വത്തിൽ ബസ്സില് പെട്ടെന്ന് ബസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എവിടേക്ക് പോകും? ബാക്കിലോട്ടായിരിക്കും പോകുക അല്ലെ? അവിടെ എന്താ സംഭവിക്കുന്നത്? നിശ്ചല ജഡത്വമാണ് അല്ലെ? നിർത്തിയിട്ടിരിക്കുന്ന ബസ്സില് എന്ത് ചെയ്യാണ്? നിർത്തിയിട്ടിരിക്കുന്ന ബസ്സിൽ പെട്ടെന്ന് ബസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ യാത്രക്കാർ പിന്നിലേക്ക് പോകുന്നത് നിശ്ചല ജഡത്വത്തിന് ഉദാഹരണമാണ്. അതേപോലെ തന്നെ വേറൊരു ജഡത്വത്തിൽ തന്നെ ചലന ജഡത്വം ഉണ്ട്, നിശ്ചല ജഡത്വം ഉണ്ട്, പിന്നെ ഒരു ജഡത്വം ദിശാ ജഡത്വം ഉണ്ട്. അതായത് ഇപ്പൊ ബസ്സിന്റെ തന്നെ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ബസ് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വളഞ്ഞങ്ങനെ പോകും അല്ലേ? അങ്ങനെ വളഞ്ഞ് പോകുന്ന സമയത്ത് യാത്രക്കാർ എന്ത് ചെയ്യും? ഒരു വശത്തേക്ക് ചരിയും. അതെന്തിനു ഉദാഹരണമാണ്? ദിശാ ജഡത്വത്തിന് ഉദാഹരണമാണ്. അപ്പൊ ചലന ജഡത്വത്തിൽ ബസ്സുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന സമയത്ത് എല്ലാം നമ്മൾ എന്തായിരിക്കും? മുന്നിലോട്ടായിരിക്കും പോവുക. പിന്നെ അതിന് അപ്പുറമുള്ള വേറെ ഉദാഹരണങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. എന്താ പറഞ്ഞ? ഫാൻ ഓഫ് ചെയ്ത ശേഷവും കുറച്ച് നേരം കറങ്ങുന്നത് ചലന ജഡത്വമാണ്. പിന്നെ അത്ലറ്റിന്റെ കാര്യം പറഞ്ഞു. നിശ്ചല ജഡത്വത്തിൽ നമ്മൾ പറഞ്ഞത് നിർത്തിയിട്ടിരിക്കുന്ന ബസ് പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബാക്കിലോട്ട് വരുന്നത് നിശ്ചല ജഡത്വം. ദിശാ ജഡത്വം എന്ന് പറയുമ്പോൾ ഒരു ബസ് വളഞ്ഞ് ഇങ്ങനെ അല്ലേ? നമുക്കറിയാം സ്ട്രൈറ്റ് റോഡ് അല്ലാതെ വളഞ്ഞ് പോകുന്ന സമയത്ത് നമ്മൾ എവിടേക്കാ ചെരിയുക? നമ്മൾ ഒരു വശത്തേക്ക് ഇങ്ങനെ ചെരിഞ്ഞു പോകും. അത് എന്തിനു ഉദാഹരണമാണ്? ദിശാ ജഡത്വത്തിന് ഉദാഹരണമാണ്. ഇനി ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ. ന്യൂട്ടന്റെ 3 ചലന നിയമങ്ങളുണ്ട്. ഒന്നാം ചലന നിയമം, രണ്ടാം ചലന നിയമം, മൂന്നാം ചലന നിയമം. ഒന്നാം ചലന നിയമത്തില് എന്താണ് മെയിൻ ആയിട്ട് പറയുന്നത്? ജഡത്വമാണ്. ഒന്നാം ചലന നിയമത്തിൽ മെയിൻ ആയിട്ട് പറയുന്നത് എന്താണ്? ജഡത്വമാണ്. ഞാൻ പറയുന്ന പോയിന്റ് ഒന്ന് ശ്രദ്ധിക്കണേ. അസന്തുലിതമായ ഒരു ബാഹ്യബലം പ്രയോഗിക്കുന്നത് വരെ ഓരോ വസ്തുവും അതിന്റെ നിശ്ചലാവസ്ഥയ്ക്കോ നേർരേഖ സമചലനത്തിലോ തുടരുന്നതാണ്. ഇതാണ് എന്ത് പറയുന്നത്? ഒന്നാം ചലന നിയമം എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മൾ ഒരു വസ്തുവിനെ മനസ്സിൽ കണ്ടേ. ഇപ്പോൾ നമ്മൾ ഒരു ഉദാഹരണം പറയുന്നത് ഒരു മേശയിൽ നമ്മളൊരു ബലം പ്രയോഗിക്കുന്നത് വരെ ആ വസ്തു എന്തായിരിക്കും? അത് നിശ്ചലാവസ്ഥയിൽ തന്നെ ആയിരിക്കും അല്ലേ? അല്ലെങ്കിൽ അതേപോലെ തന്നെ ഒരു വസ്തു നേർരേഖയിൽ ചലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഒരു ബാഹ്യബലം അവിടെ പോയിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യും? അതങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കും അല്ലേ? അപ്പൊ അസന്തുലിതമായ ഒരു ബാഹ്യബലം പ്രയോഗിക്കുന്നത് വരെ ഓരോ വസ്തുവും എന്താണ്? ഒന്നുമില്ലെങ്കിൽ നിശ്ചലാവസ്ഥയിലാണെങ്കിൽ നിശ്ചലാവസ്ഥയിൽ, നേർരേഖ സമചലനത്തിലാണെങ്കിൽ നേർരേഖ സമചലനത്തിൽ അത് എന്ത് ചെയ്യും? തുടരും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒന്നാം ചലന നിയമം എന്ന് പറയുന്നത്. അതായത് മെയിൻ ആയിട്ട് ഒന്നാം ചലന നിയമത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്ന ഇതിനെയാണ് ജഡത്വത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് ഒന്നാം ചലന നിയമം ജഡത്വ നിയമം എന്നറിയപ്പെടുന്നത് ഒന്നാം ചലന നിയമമാണ്. ഈ ജഡത്വവും ജഡത്വ നിയമവും ഒക്കെ ആവിഷ്കരിച്ചത് ആരാണ്? ഗലീലിയോ ആണ്. ഗലീലിയോ ആണ് ജഡത്വ നിയമം ആവിഷ്കരിച്ചത്. ഇനി നമുക്ക് ഈ രണ്ടാം ചലന നിയമത്തിലും എന്താണ്? രണ്ടാം ചലന നിയമത്തിലൊക്കെ നമുക്ക് ആക്കത്തെ കുറിച്ചിട്ടാണ് മെയിൻ ആയിട്ട് പറയുന്നത്. രണ്ടാം ചലന നിയമം. മൂന്നാം ചലന നിയമം എന്താ പറയുന്നത്? ഏതൊരു പ്രവർത്തനത്തിനും എന്താ പറയുന്നത്? ഏതൊരു പ്രവർത്തനത്തിനും എന്തുണ്ടാകും? ഏതൊരു പ്രവർത്തനത്തിനും എന്തുണ്ടാകും? ഒന്നുമില്ലെങ്കിൽ തുല്യം അല്ലേ? ഒന്നുമില്ലെങ്കിൽ തുല്യം അല്ലെങ്കിൽ വിപരീതം അല്ലെ? ഏതൊരു പ്രവർത്തനത്തിനും തുല്യമായ അല്ലെങ്കിൽ വിപരീതമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഇതാണ് ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമത്തിൽ പ്രതിപാദിക്കുന്നത്. ഉദാഹരണം, നമ്മൾ തോണി തുഴയുന്ന സമയത്ത് ജലം എന്ത് ചെയ്യും? ജലത്തെ എന്ത് ചെയ്യും? നമ്മൾ തോണി മുന്നിലേക്ക് പോകുമ്പോൾ ജലം എന്ത് ചെയ്യുന്നുണ്ടാവും? ബാക്കിലോട്ട് വരുന്നുണ്ടാവും അല്ലേ? പക്ഷെ തോണി എന്ത് ചെയ്യുന്നുണ്ടാവും? മുന്നോട്ട് പോകുന്നുണ്ടാവും. വെള്ളം ബാക്കോട്ട് വരുമ്പോൾ തോണി മുന്നോട്ട് പോകുന്നുണ്ടാവും. അപ്പൊ അവിടെ ഒരു പ്രവർത്തനത്തിൽ എന്താ നടക്കുന്നത്? ഒരു തുല്യ പ്രവർത്തനവും അതുപോലെ തന്നെ വിപരീത പ്രതിപ്രവർത്തനവും നടക്കുന്നുണ്ട് അല്ലേ? ഒന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഒന്ന് ഇങ്ങോട്ട് നോക്കണം. അവിടെ വിപരീത പ്രതിപ്രവർത്തനം നടക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പൊ നമ്മള് ഒരു തോണിയിൽ കയറി കരയ്ക്കടുത്തെത്തി.
നമ്മുടെ എന്താ കരഭാഗത്തേക്ക് തോണിയിൽ നിന്നും നമ്മൾ ഭാഗത്തേക്ക് ചാടും അല്ലേ? ആ ചാടുന്ന സമയത്ത് നമുക്ക് എന്താ സംഭവിക്കുക? നമ്മൾ കരയിലേക്ക് ഇങ്ങോട്ട് ചാടുമ്പോൾ, തോണിയിൽ നിന്നും കരയിലേക്ക് ചാടുമ്പോൾ തോണി എന്ത് ചെയ്യും? പുറകോട്ട് നീങ്ങും അല്ലേ? അപ്പൊ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തോണി പുറകോട്ട് പോകുന്നു. അവിടെ എന്താണ്? ഒരു വിപരീത പ്രതിപ്രവർത്തനം നടക്കുകയാണ് അല്ലേ? അതൊക്കെ എന്താണ്? മൂന്നാം ചലന നിയമത്തിന് ഉദാഹരണമാണ്. ഓക്കെ, അപ്പോൾ ഒന്നാം ചലന നിയമം, രണ്ടാം ചലന നിയമം, മൂന്നാം ചലന നിയമം നന്നായി പഠിക്കുക. രണ്ടാം ചലന നിയമത്തിൽ ആക്കത്തെ കുറിച്ചിട്ടാണ് പ്രതിപാദിക്കുന്നത്. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് മറ്റൊരു വസ്തുവിൽ ഏൽപ്പിക്കാൻ കഴിയുന്ന ആഘാതത്തെയാണ് ആക്കം എന്ന് പറയുന്നത് കേട്ടോ. എന്താണ്? ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവിൽ ഏൽപ്പിക്കാൻ കഴിയുന്ന ആഘാതത്തെയാണ് എന്ത് പറയുന്നത്? ആക്കം എന്ന് പറയുന്നത്. ആക്കം കാണാൻ എങ്ങനെയാണ്? ആക്കം കാണാൻ ഇക്വേഷൻ മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. ആക്കം കാണാൻ ഇക്വേഷൻ മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. ആക്കത്തിന്റെ യൂണിറ്റ് എന്താ? ആക്കത്തിന്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതേപോലെ തന്നെ ബലത്തിന് ഒരു സമവാക്യം നൽകിയത് ഏതാണ്? രണ്ടാം ചലന നിയമമാണ്. ബലത്തിന്റെ യൂണിറ്റ് എന്താ? ന്യൂട്ടൺ ആണ്. ബലത്തിന് ഒരു സമവാക്യം നൽകിയ ന്യൂട്ടന്റെ ചലന നിയമം ഏതെന്ന് ചോദിച്ചാൽ രണ്ടാം ചലന നിയമമാണ്. രണ്ടാം ചലന നിയമമാണ്. അതുപോലെ ചലന സമവാക്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് 3 ഇക്വേഷൻ ഉണ്ട്. ആ 3 ഇക്വേഷൻ എന്താന്ന് പഠിച്ചു വെക്കുക. ഏതൊക്കെയാണ് 3 ഇക്വേഷൻ? ഒന്ന് വി. എന്താണ് വി? ചലന നിയമത്തില് വി കാണാൻ എന്താണ്? അന്ത്യപ്രവേഗമാണ് അല്ലേ? വി എന്ന് പറഞ്ഞാൽ അന്ത്യപ്രവേഗമാണ്. അത് u പ്ലസ് at ആണ്. വി കാണാൻ u പ്ലസ് u എന്താ? ആദ്യപ്രവേഗം, a ആക്സിലറേഷൻ, t ടൈം. ഇനി എസ് സ്ഥാനാന്തരം കാണാൻ ut പ്ലസ് ഹാഫ് at സ്ക്വയർ ആണ്. ഇനി v സ്ക്വയർ കാണാൻ u സ്ക്വയർ പ്ലസ് 2as ആണ്. അപ്പൊ ഇതില് നമുക്ക് ഈ ചലന നിയമവുമായി ബന്ധപ്പെട്ട ഇക്വേഷനിൽ v ഉണ്ട്, u ഉണ്ട്, a ഉണ്ട്, t ഉണ്ട്, s ഉണ്ട്. ഈ 5 കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഓക്കെ, v അന്ത്യപ്രവേഗം, u ആദ്യപ്രവേഗം, a ആക്സിലറേഷൻ ത്വരണം, t ടൈം, s സ്ഥാനാന്തരം. ഓക്കെ ആണല്ലോ. നമ്മൾ ത്വരണം കാണാൻ ഇക്വേഷൻ എന്താ പഠിച്ചത്? u മൈനസ് v ബൈ ടി അല്ലേ? അന്ത്യപ്രവേഗം മൈനസ് ആദ്യപ്രവേഗം ഡിവൈഡഡ് ബൈ ടി ആണ് ത്വരണം കാണാനുള്ള ഇക്വേഷൻ. ത്വരണം എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും, മന്ദീകരണം എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ ഇന്ന് കുറെ ടോപ്പിക്കുകൾ ഫിസിക്സും കെമിസ്ട്രിയിലും കൂടി നിങ്ങൾക്ക് 10 മാർക്കിനാണ് പഠിക്കാനുള്ളത്. അപ്പൊ നമ്മൾ ബലവും ശബ്ദവും ഞാൻ നേരത്തെ ഒരു ക്ലാസ് എടുത്തിട്ട് പറഞ്ഞു, അത് കണ്ടിട്ട് അത് പ്രയോജനപ്പെടുത്തുക. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഇനിയൊരു നാളെയും മറ്റന്നാളും 2 ദിവസം കൊണ്ട് നമുക്ക് ഫിസിക്സും കെമിസ്ട്രിയും അവിടെ കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ ഫിസിക്സും കെമിസ്ട്രിയും 2 ദിവസം കൊണ്ട് ഇനി അടുത്ത 2 ക്ലാസ് കൊണ്ട് നമുക്ക് ഫിസിക്സും കെമിസ്ട്രിയും കംപ്ലീറ്റ് ആക്കി 10 മാർക്കിനുള്ളത്. ബയോളജി നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു. ഇന്ത്യൻ ജോഗ്രഫി നമ്മൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു. കേരള ഹിസ്റ്ററി നമ്മൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു. കോൺസ്റ്റിറ്റ്യൂഷൻ ഏകദേശം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറെ ടോപ്പിക്കുകൾ നമ്മൾ എന്ത് ചെയ്തു? എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കിനി കുറച്ച് ടോപ്പിക്കുകളേ ഉള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങളിൽ മുഴുവൻ നിങ്ങൾക്ക് കറണ്ട് അഫെയർ, ഫുൾ ടൈം കറണ്ട് അഫെയർ ആയിരിക്കും കേട്ടോ. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ ഒന്ന് ജോയിൻ ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.